ഡാറ്റ സ്ട്രാറ്റജി വേണം. ഡാറ്റ സ്ട്രാറ്റജി പലർക്കും ഡാറ്റ സ്ട്രാറ്റജി എന്താണെന്ന് അറിയില്ല. വാട്ട് എക്സാക്ട്ലി ഈസ് ദിസ് ഡാറ്റ സ്ട്രാറ്റജി? പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ? പ്രോഫിറ്റ് അല്ലേ? എക്സിസ്റ്റിംഗ് സെയിൽസിൽ പ്രോഫിറ്റ് കൂട്ടിത്തരുന്ന കമ്പനിയാണ് ഡാറ്റ ഹട്ട്. ഡാറ്റ ഹട്ടിൻ്റെ കോ ഫൗണ്ടറാണ് നമ്മളെ കൂടെ ടോണി. പ്രൈസ് പോയിന്റ് ഐഡൻറ്റിഫിക്കേഷൻ. ഇപ്പോൾ ഞാൻ കാണുന്നൊരു സംഭവം എന്ന് വെച്ചാൽ പലപ്പോഴും ഈ പ്രൈസ് ചൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യുവർലി ഗട്ട് ബേസ്ഡ് ആണ്. പക്ഷേ ഗട്ട് ബേസ്ഡ് അല്ല പ്രൈസിങ്. അതിനൊരു സയൻസ് ഉണ്ട്, അതിൻ്റെ പുറകിലൊരു സയൻസ് ഉണ്ട്. അതിൻ്റെ ഒരു ആവറേജ് സെയിൽസ് പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു മാസത്തെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 10 ലക്ഷം ആയിരിക്കും. വാട്ട് ഇഫ് നിങ്ങളുടെ ആവറേജ് സെയിൽസ് പ്രൈസ് 105 ആയാലും എങ്ങനെ ഇരിക്കും? ഈ ലുലു പോലത്തെ കമ്പനീസ് ഡാറ്റ ശരിക്കും വേണ്ട രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് അറിയെങ്കിൽ. എൻ്റെ അഭിപ്രായ പ്രകാരം അവരെ യൂസ് ചെയ്യുന്നില്ല. കാരണം പല സമയത്തും അവരുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അകത്തുള്ള ഡേറ്റ ഒക്കെ എടുത്ത് അവർക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്ന പല ഏരിയാസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെല്ലാവരും ചെയ്യേണ്ട സാധനങ്ങളല്ലേ? ആണ്, ചെയ്യേണ്ട സാധനങ്ങളാണ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇകോം ഷോ. ഇന്ന് നമ്മളെ കൂടെ ഉള്ള ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട് വെക്കുക. നിങ്ങൾക്ക് അതിനകത്ത് ഓൾറെഡി കുറേ സെയിൽസും ഉണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ? പ്രോഫിറ്റ് അല്ലേ? എക്സിസ്റ്റിംഗ് സെയിൽസിൽ പ്രോഫിറ്റ് കൂട്ടിത്തരുന്ന കമ്പനിയാണ് ഡാറ്റ ഹട്ട്. ഡാറ്റ ഹട്ടിൻ്റെ കോ ഫൗണ്ടറാണ് നമ്മളെ കൂടെ ടോണി. ടോണി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സർ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണമെന്നുള്ള ആഗ്രഹം മാത്രം പോരാ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ശരിക്കും അറിയുന്ന ഒരു മാർക്കറ്റിംഗ് ഏജൻസിയും വേണം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസർ ഹാരിസൺകോ ആണ്. ഹാരിസൺകോ ഇസ് എ ഫുൾ സ്റ്റാക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി. നിങ്ങൾക്കൊരു ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്ത് തരും, SEO ചെയ്യും, പെയ്ഡ് മാർക്കറ്റിംഗ് ചെയ്യും, കണ്ടന്റും ചെയ്യും. ഡു ചെക്ക് ദം ഔട്ട്. ഇകോം മാഫിയ എന്നുള്ള കോഡ് യൂസ് ചെയ്യുക. താഴെ ഡീറ്റെയിൽസ് ഉണ്ട്. ഞാൻ എൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ടോണി. ഡേറ്റ ഹട്ട് എന്ന് പറയുന്നൊരു ഡേറ്റ കമ്പനിയുടെ കോ ഫൗണ്ടറാണ്. കമ്പനിയിൽ ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിത് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഷാൻ ഒരു പ്രൊഡക്റ്റ് എന്ന് വിചാരിക്കുക, ഒരു 10,000 പ്രൊഡക്ട്സ് യൂണിറ്റ്സ് ആണ് ഒരു മാസം സെല്ല് ചെയ്തത്. അതിൻ്റെ ഒരു ആവറേജ് സെയിൽസ് പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു മാസത്തെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 10 ലക്ഷം ആയിരിക്കും. വാട്ട് ഇഫ് നിങ്ങളുടെ ആവറേജ് സെയിൽസ് പ്രൈസ് 105 ആയാലും എങ്ങനെ ഇരിക്കും? അത് 105 ആക്കാൻ വേണ്ടി സഹായിക്കാൻ നമ്മൾ ചെയ്യുന്നു. 105 ആവുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണലി ഒരു 50,000 റുപ്പീസ് മന്ത്ലി അഡീഷണൽ പ്രോഫിറ്റ് വരാമെന്നാണ് അതിൻ്റെ മീനിങ്. സോ അത്തരത്തിൽ ഇംപ്രൂവ്മെന്റ്സ് വരുത്താൻ വേണ്ടിയിട്ട് ഇ കൊമേഴ്സ് കമ്പനികളെ സഹായിക്കുന്ന ഒരു ഡേറ്റ കമ്പനിയാണ് ഞങ്ങൾ. റൈറ്റ്, ഓക്കെ. ഇപ്പം എല്ലാവരും പറയും ഡാറ്റ 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 എന്ന്. പക്ഷെ എന്താണ് ശരിക്കും ആ ഡാറ്റ വെച്ചിട്ട് ഈ കമ്പനീസ് ചെയ്യുന്നത്? ഇപ്പോൾ ഡേറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ സ്കൂളിലത്തെ അറ്റൻഡൻസ് അതൊരു ഡേറ്റയാണ്. ആ അറ്റൻഡൻസിനകത്ത് എന്താ ഉണ്ടാവുക? അത് ഓരോ ദിവസം വന്ന ആൾക്കാരുടെ കണക്ക്, ആൾക്കാരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. കറക്റ്റ്. ഇപ്പം നമ്മളെ വെബ്സൈറ്റ് വിസിറ്റേഴ്സിൻ്റെ സംഭവം അതൊരു ഡേറ്റയാണ്. അതെന്താ നമ്മുടെ വെബ്സൈറ്റിൽ വിസിറ്റ് വന്ന ഒരു സംഭവം. അത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻസൈറ്റ് തരാൻ പറ്റുന്ന ഒരു സംഭവത്തിനൊക്കെ നമുക്ക് ഡേറ്റ എന്ന് പറയാം. അപ്പം പലതരത്തിലുള്ള ഡേറ്റ ഉണ്ട്. സ്ട്രക്ചേർഡ് ഡേറ്റ ഉണ്ട്. ഇപ്പോൾ ഒരു ടേബിളിലൊക്കെ നമുക്ക് കിട്ടുന്ന അറ്റൻഡൻസിൻ്റെ ഡേറ്റ ഒക്കെ സ്ട്രക്ചേർഡ് ഡേറ്റ ആണ്. ഇനി അൺസ്ട്രക്ചേർഡ് ഡേറ്റ ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു ന്യൂസ് ആർട്ടിക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലിയ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടാവും. പക്ഷേ അത് സ്ട്രക്ചേർഡ് ഒന്നും ആയിരിക്കില്ല. ഓക്കെ. അപ്പോൾ അൺസ്ട്രക്ചേർഡ് ഡേറ്റ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺസ്ട്രക്ചേർഡ് ഡേറ്റയെ സ്ട്രക്ചേർഡ് ഡേറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു വെബ് സ്ക്രേപ്പിംഗ് പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ ബിൽഡ് ചെയ്തത്. ഓക്കെ. അപ്പം നിങ്ങൾ പറഞ്ഞു ആ ഫസ്റ്റ് ക്ലയൻറ്റ് എന്തായിരുന്നു? നിങ്ങൾക്ക് ആ ജോബ് എന്തായിരുന്നു? വാട്ട് എക്സാക്ട്ലി യു ഡിഡ്? ഫസ്റ്റ് ക്ലയൻറ്റിനോട് ചെയ്ത ജോബിൻ്റെ ഇത് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ബേസിക്കലി ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് കുറച്ച് വെബ്സൈറ്റ്സിൽ നിന്ന് ഡേറ്റ സ്ക്രേപ്പ് ഡേറ്റ എടുക്കണമായിരുന്നു. അപ്പം ആ സംഭവം ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് കൊടുത്തു. അതാണ് ഞങ്ങൾ ബേസിക്കലി ചെയ്തത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഡാറ്റ ക്ലീനിങ്ങിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഡാറ്റ ക്ലീനിങ്? അതായത് ഇപ്പോൾ നമ്മുടെ ഡേറ്റ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ അതിനകത്ത് പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ചിലത് ഇൻകംപ്ലീറ്റ് ഡേറ്റ ആയിരിക്കും, അല്ലെങ്കിൽ ചില ഡേറ്റയ്ക്കകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഡേറ്റ ഉണ്ടാവും. അപ്പോൾ ഒരു പ്രൈസിങ്ങിൻ്റെ ഡേറ്റയ്ക്കകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 99% പ്രൈസിങ് ഡേറ്റയും 1000-ന് താഴെയും, ബാക്കി 1% പ്രൈസിങ് ഡേറ്റ എന്ന് പറയുന്നത് 10 കോടിക്ക് മുകളിലാണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അനോമലിയാണ്, ഒരു പ്രശ്നമാണ്. കാരണം നമുക്ക് ആ ഡേറ്റ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കണം. കറക്റ്റ്. പിന്നെ എന്ന് വെച്ചാൽ ചിലത് സ്ട്രക്ചറൽ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ് മന്ത് ഇയർ ഫോർമാറ്റിലായിരിക്കും, ചിലപ്പോൾ ഇയർ മന്ത് ഡേറ്റ് ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ ഇതിലൊക്കെ യൂണിഫിക്കേഷൻസ് ചെയ്യണം. അങ്ങനെ പല കുറേ സാധനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്താൽ നമുക്ക് ആ ഡേറ്റ മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഡേറ്റ ക്ലീനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഈ ഡാറ്റ എടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും പല ക്ലയൻറ്റിനോടും പറയലുണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർക്ക് 1000+ SKUs ഉണ്ട്.
അപ്പോൾ ഈ 1000+ SKUs ഫോട്ടോസ് വേണമല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് സ്ക്രാപ്പ് ചെയ്തെടുത്തൂടെ എന്ന് ചോദിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് എടുക്കാം, പക്ഷെ നമ്മൾ ഇവരുടെ തന്നെ ചെയ്യുവാണെങ്കിൽ ഇവരുടെ സൈറ്റിൽ നമുക്ക് സ്ക്രേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ യൂഷ്വലി നമ്മൾ അഡ്വൈസ് ചെയ്യുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാവ് എ പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, അതായത് PIM എന്ന് പറയും. ഇപ്പോൾ റീറ്റെയിലേഴ്സ് ഒക്കെ ആണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്ട്സിന് ഇൻഫർമേഷൻസ്, അതായത് ഇമേജ് ആയിക്കോട്ടെ, ടെക്സ്റ്റ് ആയിക്കോട്ടെ, പ്രൈസിങ് ആയിക്കോട്ടെ, എന്ത് സാധനങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം വെക്കുക എന്നാണ് പറയുക. പിന്നെ ഈ കുറേ ഇമേജിൻ്റെ ഡേറ്റ ഒക്കെ എടുക്കാൻ വേണ്ടി ചിലപ്പോൾ ചില റീറ്റെയിലേഴ്സിന് അവരുടെ സപ്ലൈസ് പ്രോപ്പറായിട്ട് ഡേറ്റ കൊടുക്കില്ല. കറക്റ്റ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, സപ്ലൈയുടെ സൈറ്റിൽ പോയിട്ട് ഡേറ്റ സ്ക്രേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് സാധനം എടുക്കാൻ പറ്റും. അതെ, അങ്ങനെ നമുക്ക് ചെയ്യുന്ന യൂസ് കേസസ് അങ്ങനെ. അപ്പം ഞാനൊരു മാർക്കറ്റ് പ്ലേസ് ആണ്. 1000+ SKUs ഞാൻ എൻ്റെ സ്വന്തം പ്രോഡക്റ്റ് അല്ല, ബാക്കി എല്ലാവരും പ്രോഡക്റ്റ് എടുത്ത് വെക്കുകയാണ്. സോ ഹൗ കെൻ ഇപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ ഓരോന്നിനും ഫോട്ടോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ യു നീഡ് എ റിസോഴ്സ് ഫോർ ദാറ്റ്. പിന്നെ കുറേ സമയം വേണം. ഇത് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അത് നമുക്കൊരു വെബ് സ്ക്രേപ്പിംഗ് എന്നുള്ളൊരു പ്രോസസ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ബേസിക്കലി ഇത്രേ ഉള്ളൂ. അതായത് നമ്മളൊരു വെബ്സൈറ്റിലുള്ള നമ്മുടെ ഡേറ്റ നോക്കുകയാണെങ്കിൽ അത് മനുഷ്യർക്ക് വായിക്കാൻ വേണ്ടിയാണ് വെച്ചേക്കുന്നത്, കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകിലുള്ള കോഡൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ HTML എന്ന് പറഞ്ഞ സാധനത്തിൽ ഉണ്ടാക്കിയേക്കുന്നത് അത് മനുഷ്യന്മാർക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിന് അത് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല, ഒരു ടാബുലറായിട്ട് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. കറക്റ്റ്. അപ്പോൾ ആ ഡയറക്റ്റ് ആക്സസ് ചെയ്യുന്ന ഒരു പരിപാടി പോസിബിൾ ആക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെബ് സ്ക്രേപ്പിംഗ് വഴിയാണ്. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഒരു നമ്മളെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ് സ്ക്രേപ്പർ ആ ഒരു പേജ്, ഒരു ഹ്യൂമൻ വിസിറ്റ് ചെയ്യുന്ന പോലെ ആ പേജ് വിസിറ്റ് ചെയ്യുന്നു, അതിലുള്ള ഡേറ്റ എലമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യുന്നു, അത് ഓരോന്ന് പിക്ക് ചെയ്തിട്ട് ഒരു എക്സൽ ഫയൽ അല്ലെങ്കിൽ എന്ത് ഫോർമാറ്റാണോ വേണ്ടത് ആ ഒരു ഫോർമാറ്റിലേക്ക് ആഡ് ചെയ്യുന്നു. ഇതാണ് ബേസിക്കലി വെബ് സ്ക്രേപ്പിംഗ് ചെയ്യുന്നത്. നൈസ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ആമസോൺ പോലൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലത്തെ ഒരു വെബ്സൈറ്റ്, ഇവർക്ക് എല്ലാ ഇമേജസും ഉണ്ടല്ലോ. അവിടെ നമുക്ക് വെബ് സ്ക്രാപ്പിംഗ് ചെയ്തിട്ട് നമുക്ക് വേറെ തന്നെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടെക്നിക്കലി പോസിബിൾ ആണ്, പക്ഷേ ലീഗലി കുറച്ച് പ്രശ്നങ്ങളുണ്ട് അവിടെ. അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ റൂൾസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് പല സ്ഥലത്തും. അതിപ്പോൾ നമ്മൾ വേറൊരാളുടെ ഇമേജ് അവരുടെ അനുമതി ഇല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് ലോസിനും അങ്ങനെ പല പല സംഭവങ്ങൾക്കൊക്കെ എതിരാണ്. അത് ഇല്ലീഗലാണ്. ടെക്നിക്കലി പറ്റും, പക്ഷേ എത്തിക്കലി ആൻഡ് ലീഗലി സോളല്ല. പ്രശ്നമാണ്. മനസ്സിലായി. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ ഡാറ്റ എടുത്തു, ഡാറ്റ ക്ലീൻ ചെയ്തു. ഇപ്പം ഞാൻ കണ്ട കുറേ സ്ഥലങ്ങളിൽ ഡാറ്റ ഭയങ്കര പ്രൈവറ്റാണ്, നമുക്കത് ആർക്കും കൊടുക്കാൻ പറ്റൂല. പക്ഷേ ആക്ച്വലി ഒരു റീറ്റെയിൽ ഷോപ്പ് നടത്തുന്ന അല്ലെങ്കിൽ അത്യാവശ്യം ബിസിനസ് ചെയ്യുന്ന ഒരാൾ എന്തൊക്കെ ഡാറ്റകളാണ് ആക്ച്വലി എടുക്കേണ്ടത്? ഒന്ന്, അവരുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ഒരു വർഷത്തെ എത്ര തവണ നിങ്ങളുടെ അടുത്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മാസത്തിൽ എത്ര തവണ നിങ്ങളുടെ അടുത്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട്, അവരുടെ ആവറേജ് ഓർഡർ വാല്യൂ എന്താണ്, അവരെന്തൊക്കെ ടൈപ്പ് സാധനങ്ങളാണ് പർച്ചേസ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് നിങ്ങളുടെ ഇ-കൊമേഴ്സ് സൈറ്റിൻ്റെ ഡേറ്റയ്ക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇനി അവർ നേറ്റീവ്ലി അത് പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഒരു തേർഡ് പാർട്ടി ടൂൾസ് യൂസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ സംഭവം. അതായത് കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ, അവരുടെ പർച്ചേസ് പാറ്റേൺസ്, ഇതൊക്കെ നമുക്ക് അതിനകത്ത് കിട്ടും. ഈ രണ്ടാമത്തെ ഡേറ്റ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സെല് ചെയ്യുന്ന കുറച്ച് കോമ്പറ്റീറ്റേഴ്സ് ആണ്. ലൈക്ക് ഒരു ടോപ്പ് 3 കോമ്പറ്റീറ്റേഴ്സ്. ഇപ്പോൾ ഷാൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് വിചാരിച്ചു, അതിൻ്റെ ടോപ്പ് 3 കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും ഓൺലൈനിൽ. ഈ ടോപ്പ് 3 കോമ്പറ്റീറ്റേഴ്സിൻ്റെ അവർ ഏത് പ്രൈസ് റേഞ്ചിലാണ് ഇത് കൊടുക്കുന്നത്, ഇവരുടെ പ്രോഡക്ട്സിന് കസ്റ്റമേഴ്സ് റിവ്യൂ കൊടുക്കുന്നുണ്ട്, എന്തൊക്കെയാണ് അവരുടെ പ്രോഡക്റ്റിന് പോസിറ്റീവായിട്ട് പറയുന്നത്, എന്തൊക്കെയാണ് നെഗറ്റീവായിട്ട് പറയുന്നത്. കാരണം ഈ നെഗറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ ദാറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഡേറ്റ എന്ന് പറയുന്നതും എടുത്തു വെച്ച് അത് അനലൈസ് ചെയ്ത് അത് നിങ്ങളുടെ മാർക്കറ്റിങ്ങിലും സെയിൽസ് യൂസ് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കോമ്പറ്റീറ്ററിൻ്റെ ഡാറ്റ എടുത്ത് വെക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയും, അപ്പം അതിനകത്ത് ന്യൂട്രൽ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവും, പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവും. ഇത് വെച്ചിട്ട് ആക്ച്വലി എങ്ങനെയാണ് നമുക്കൊരു ലെവറേജ് ഉണ്ടാക്കാൻ പറ്റുക? ഓക്കെ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്കിൻ കെയർ ബ്രാൻഡ് ഒരു പ്രീമിയം ബ്രാൻഡാണ്. അവർ ഓൺലൈനിൽ സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കോമ്പീറ്റിംഗ് ആയിട്ടൊരു ബ്രാൻഡ് മാർക്കറ്റ് റിസർച്ച് നടത്തി അവർ കണ്ടുപിടിച്ചൊരു പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലിഡ്, അതായത് ഈ ഇത് ഞെക്കുന്നതിൻ്റെ ലിഡ് വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സാധനം ഒരു 15-20 യൂസേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവരുടെ കോമ്പറ്റീറ്റർ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലിഡിൻ്റെ സൈസ് കുറച്ചു, പക്ഷെ ഇത് കൂടുതൽ കാലം യൂസ് ചെയ്യാൻ പറ്റും. കറക്റ്റ്. എന്നിട്ട് ഇത് മാത്രമല്ല അവർ ചെയ്തത്, ഞങ്ങൾക്ക് ഇത് 2 മാസം യൂസ് ചെയ്യാൻ പറ്റും, മറ്റൊരു യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയും. കാരണം മറ്റേ ഫോറിൻ ക്വാണ്ടിറ്റീസ് സെയിം വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പം മറ്റേ സൈറ്റ് അവരുടെ റിവ്യൂ വായിച്ച ഒരാൾ ഈ പ്രൊഡക്റ്റിൻ്റെ പേജിലേക്ക് വരുമ്പോഴത്തേക്കും ഹി കൻ ഇൻസ്റ്റൻ്റ്ലി മേക്ക് ദാറ്റ് കണക്ഷൻ. ഓക്കെ,
അപ്പോൾ ഇപ്പോൾ ആമസോണിൽ വരുവാണെങ്കിൽ നോക്കുകയാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ റിവ്യൂസിൻ്റെ മുകളിൽ റിവ്യൂസിൻ്റെ സമ്മറി കൊടുക്കും. ആമസോണിൻ്റെ ജനറേറ്റ് ചെയ്ത സമ്മറി ഉണ്ട്. അതിനകത്ത് എന്തൊക്കെയാണ് പോസിറ്റീവ്ലി പറയുന്നത്, എന്തൊക്കെയാണ് നെഗറ്റീവ്ലി പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ഈസിയാണ്. അവരോട് നിന്നുള്ള നെഗറ്റീവ് സാധനങ്ങൾ എന്തായാലും അവരുടെ മനസ്സിലുണ്ടാവും അടുത്ത പ്രൊഡക്റ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത്. ആ നെഗറ്റീവ് സാധനങ്ങളെ സോൾവ് ചെയ്യുന്നൊരു കണ്ടന്റ് ഈ ഒരു പുതിയ പ്രൊഡക്റ്റിൻ്റെ പേജിൽ ഉണ്ടെങ്കിൽ ദേ കൻ മേക്ക് എൻ ഇൻസ്റ്റൻറ്റ് കണക്ഷൻ. അവരത് ലൈക്ക് ബോധപൂർവ്വം ചെയ്യണമെന്നില്ല, പക്ഷെ അതൊരു ഇമ്പൾസ് പർച്ചേസിലേക്കായിരിക്കും പലപ്പോഴും നയിക്കുക. ഓക്കെ, അത് അങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പ്രൊഡക്റ്റിൻ്റെ എനിക്ക് അനലൈസ് ചെയ്യാമല്ലോ. ഇപ്പോൾ ഞാൻ ഒരു ഡ്രോപ്പ് ഷിപ്പറാണ്, അല്ലെങ്കിൽ ഞാനൊരു പുതിയ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്കൊരു പ്രൊഡക്റ്റ് പുതുതായിട്ട് ബിൽഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും ഐഡിയൽ വേ? ഡാറ്റ വെച്ചിട്ട് എനിക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും? 2-3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ടൈപ്പ് പ്രൊഡക്റ്റ് വേണമെന്നുള്ള സംഭവം നമ്മൾ ചൂസ് ചെയ്യണം. അപ്പം പലപ്പോഴും നമ്മൾ ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഇൻറ്റ്യൂട്ടീവ്ലി ഫീൽ ചെയ്യുന്നൊരു സാധനം സെല്ല് ചെയ്യുക, കിട്ടിയില്ലെങ്കിൽ പൊട്ടി, അതൊരു അവസ്ഥ. കറക്റ്റ്, KKPP അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ടാർഗറ്റ് ഒരു മാർക്കറ്റ് ഉണ്ടാവും. ഇപ്പോൾ മേ ബി സ്കിൻ കെയർ എന്നൊരു മാർക്കറ്റ് എന്ന് വിചാരിച്ചോ, അവിടെ തന്നെ പല ടൈപ്പ് സാധനങ്ങളുണ്ട്. അതിൽ നമ്മൾ എവിടെ ഇത് പ്ലേസ് ചെയ്യും? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് ഈ കാറ്റഗറിയിലുള്ള ഡേറ്റ മുഴുവൻ സ്ക്രേപ്പ് ചെയ്ത് എടുത്ത് ഒരു എക്സൽ ഫയലിലേക്ക് ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ള പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിവ്യൂസും റേറ്റിംഗ്സ് ഉള്ള പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഈ ഒരു മൊത്തം 5000 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല റിവ്യൂവും നല്ല സെയിൽസ് ഉള്ള പ്രൊഡക്റ്റ് വെച്ച് ബാക്കിയൊക്കെ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. സോ നമുക്കൊരു 5000 നിന്ന് ഒരു 100 വന്നു. അതിനുശേഷം നമുക്ക് ഓരോരോ ഫിൽറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു 10 എണ്ണത്തിലേക്ക് നമുക്ക് സൂം ഇൻ ചെയ്യാൻ പറ്റും. സോ ഇതൊരു ഗസ് അല്ല, ഇൻറ്റ്യൂഷൻ അല്ല, ഇറ്റ്സ് പ്രോപ്പർലി ബേസ്ഡ് ഓൺ ഡേറ്റ. റൈറ്റ്, ഇതാണ് ഒന്നാമത്തെ സംഭവം. അതായത് എവിടെ വിൽക്കണം, എന്ത് സാധനം വിൽക്കണം എന്നുള്ള സാധനത്തിൽ നമുക്ക് ഡേറ്റ ബേസ്ഡ് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ടോ, അതാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രൈസ് പോയിന്റ് ഐഡൻറ്റിഫിക്കേഷൻ. ഇപ്പോൾ ഞാൻ കാണുന്നൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഈ പ്രൈസ് ചൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യുവർലി ഗട്ട് ബേസ്ഡ് ആണ്. പക്ഷേ ഗട്ട് ബേസ്ഡ് അല്ല പ്രൈസിങ്, അതിനൊരു സയൻസ് ഉണ്ട്, അതിൻ്റെ പുറകിലൊരു സയൻസ് ഉണ്ട്. അതും ഡേറ്റ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസിങ്, അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ എക്സ്ട്രാ പെർഫോമൻസ് സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രീമിയം, അങ്ങനെ പല രീതിയിൽ നമുക്ക് അതിനെ പ്രൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ പ്രൈസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ കൂടി നമുക്ക് ഈ ഡേറ്റ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഇപ്പോൾ നിങ്ങൾ ലോറിയൽ പാരീസ് എന്ന് പറഞ്ഞൊരു ഒരു കമ്പനി ഒരു സാധനം സെല്ല് ചെയ്യുന്നു, കാരണം നിങ്ങൾ അതിൻ്റെ ഒരു കോമ്പറ്റീറ്റിംഗ് ആയിട്ടൊരു പ്രൊഡക്റ്റാണ് സെല്ല് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലോറിയൽ പാരീസിൻ്റെ സാധനത്തിന് $99 ആണെങ്കിൽ നിങ്ങൾക്ക് $99 സെല്ല് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ മേ ബി യു കൻ സെല് ഇറ്റ് 79, ഇറ്റ് മേക്ക് സെൻസ്. പക്ഷെ അത് നിങ്ങൾ 29 ആണെങ്കിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ആൾക്കാർ വാങ്ങിക്കില്ല. കറക്റ്റ്, ബിക്കോസ് ആ പ്രീമിയം ഫീൽ ഉണ്ടാവില്ല. ശരിയാ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, പ്രൈസ് പോയിന്റ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വെച്ച് പറ്റും, ഈ ഡേറ്റ വെച്ചിട്ട് പറ്റും. ഇതാണ് രണ്ടാമത്തെ സംഗതി. ഇനി മൂന്നാമത്തെ സംഗതി എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ റിവ്യൂൻ്റെ ഡേറ്റ വെച്ചിട്ട് ഈ കോമ്പീറ്റിംഗ് പ്രോഡക്ട്സ് ലാക്ക് ചെയ്യുന്ന സംഭവം എന്താണ്, അവിടെ നമുക്ക് വരുത്താൻ പറ്റുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള സംഭവം മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കലുകൾ നമ്മളുടെ മാർക്കറ്റിംഗ് മെറ്റീരിയൽസിലും മാർക്കറ്റിംഗ് കണ്ടന്റിലും ഉപയോഗിക്കുകയും ചെയ്യുന്നത് വഴി നമുക്ക് കുറച്ചും കൂടി സെയിൽസ് കൊണ്ടുവരാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ സെർച്ച് ചെയ്യാൻ ലാക്മേയുടെ ഈ ഒരു സാധനത്തിന് അല്ലെങ്കിൽ ലോറിയലിൻ്റെ ഈ ഒരു സാധനത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വാട്ട് ആർ ദ ഓൾട്ടർനേറ്റീവ്സ്. ഇപ്പോൾ നമ്മൾ മറ്റേ പ്രൊഡക്റ്റിൻ്റെ അത് വൃത്തിക്ക് എഴുതി വെച്ചിട്ടുണ്ട്, നമ്മളിങ്ങനെ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്, ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നത് വൃത്തിക്ക് എഴുതി വെച്ചിട്ടുണ്ടാവും. കറക്റ്റ്. അപ്പം യൂഷ്വലി ഒരു അവരുടെ ആ സെർച്ച് അൽഗോരിതംസ് അങ്ങോട്ടേക്കായിരിക്കും എത്തിക്കുക. റൈറ്റ്, ആൻഡ് ഇത് ചീപ്പറും ആയിരിക്കും ചിലപ്പോൾ. കറക്റ്റ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂഷ്വലി ഇവിടെ സെയിൽസ് നടക്കും. സോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ മാർക്കറ്റ് ഡേറ്റ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അടിപൊളി. അത് ഒരു കമ്പനി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പുള്ള സംഭവമാണ്. കറക്റ്റ്. ഇപ്പോൾ ഈ ലോഞ്ചിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതെ, US ഉള്ള പല ബ്രാൻഡുകളും ഈ പ്രീ ലോഞ്ചിന് വേണ്ടിയിട്ട് ഈ ഡേറ്റ എടുത്ത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ സ്പെൻഡ് മില്യൺസ്. അവിടുത്തെ ഒക്കെ ഇപ്പം കൺസൾട്ടന്റുമാർ, വലിയ ഡെലോയിറ്റിലും അവിടുത്തെ കൺസൾട്ടന്റുമാർ യൂസ് ചെയ്യുന്നത് എന്താണ്? സെയിം ഡേറ്റയാണ്. അതെ, ഏത് പ്രൈസ് പോയിന്റിൽ വിൽക്കണം, ഏത് ഇതിൽ വിൽക്കണം, ഈവൻ എൻ്റെ പാക്കേജിൻ്റെ കളറിങ് പോലും അവരിങ്ങനെ ആയിരിക്കും ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടോപ്പ് 50 പ്രോഡക്ട്സ് ഉണ്ട്, ആ ടോപ്പ് 50 പ്രോഡക്ട്സിൽ അവർ യൂസ് ചെയ്യുന്ന ആ പാക്കേജിങ്ങിൻ്റെ പാറ്റേൺസ് അതുപോലും ചിലപ്പം റേറ്റ് ഡ്രിവൺ ആയിരിക്കും. അല്ലാണ്ട് ചുമ്മാ പോയിട്ട് ഡിസൈനറോട് പറയലല്ല ആളെ ചുവപ്പ് കളറിടണോ, ആളെ നീല കളർ ഇടണോ. അല്ലല്ല, ലൈക്ക് അവിടെയൊക്കെ പ്യുവർ ഇതിന് കുറേ സയൻസ് ഉണ്ട്, പ്യുവർ സയൻസ് സംഭവങ്ങളുണ്ട്. ഈ സാധനം നമ്മുടെ ഡേറ്റ വെച്ച് കണ്ടുപിടിക്കുക എന്നുള്ളിടത്താണ് നമ്മളുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. അപ്പോൾ അതിന് നിങ്ങളെ കമ്പനി ഹെൽപ്പ് ചെയ്യും. യെസ് അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഇപ്പം
മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ചിലപ്പം നിങ്ങൾ ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നു. അപ്പോൾ അവിടെ എങ്ങനെയാണ് നിങ്ങൾ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നിങ്ങളെ ക്ലയൻറ്റിന് ഉണ്ടാക്കി കൊടുത്തത്? ഓക്കെ, സോ അപ്പോൾ ഞങ്ങൾ ചെയ്തൊരു സംഭവമാണ്. ഇപ്പോൾ ഈ മൈക്രോവേവ് ഓവൻ എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട് ഫ്ലിപ്കാർട്ടിൽ. അപ്പം ഈ ബിഗ് ബില്യൻ്റെ സമയത്ത് നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്തുള്ള ഓരോ ബ്രാൻഡുകളുടെയും പ്രൊഡക്ട്സും അതിൻ്റെ പ്രൈസിങ്ങും അതിൻ്റെ ഡിസ്കൗണ്ട്സ് അതിൻ്റെ അവൈലബിലിറ്റി കുറേ കാര്യങ്ങൾ നമ്മൾ ലൈക്ക് ഓരോ അവറിലും നമ്മൾ ട്രാക്ക് ചെയ്യും. എല്ലാ മണിക്കൂർ എവറി അവർ വി ട്രാക്ക്. മനസ്സിലായി. ഓക്കെ, എല്ലാ അവറിലും നമ്മൾ ട്രാക്ക് ചെയ്തിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈക്ക് എന്തെങ്കിലും കോമ്പറ്റിംഗ് പ്രൊഡക്റ്റ് സോൾഡ് ഔട്ട് ആയിട്ട് ഇൻസ്റ്റൻ്റ് നമ്മുടെ കസ്റ്റമറിന് മനസ്സിലാവും ഈ ഒരു പ്രൊഡക്റ്റ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് എന്ന് നമ്മൾ അവർക്ക് അലർട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. ലൈക്ക് ഞാൻ ഡേറ്റ കൊടുക്കുക അവർക്ക് എന്താ നോട്ടിഫിക്കേഷൻ സെറ്റപ്പ് ഉണ്ട്. മനസ്സിലായി. ഓക്കെ, അവർ ഇൻസ്റ്റൻ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇത് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്, മറ്റേ കോമ്പറ്റിംഗ് പ്രൊഡക്റ്റ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ദേ സ്റ്റാർട്ട് റണ്ണിങ് ആഡ്സ്. രണ്ടാമത്തെ കാര്യം ദേ ഇൻഡേസ് ദർ പ്രൈസസ്, അതായത് പ്രൈസ് കൂട്ടും സാധനം കിട്ടാനില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഏതെങ്കിലും കോമ്പറ്റീറ്റർ പ്രൈസ് നന്നായിട്ട് കൂട്ടിയെന്ന് വിചാരിച്ചാൽ ഇവർക്ക് ചിലപ്പോൾ വളരെ കുറച്ച് കൊടുക്കാം. കറക്റ്റ്, റൈറ്റ്. ഈ ഡൈനാമിക്കലി ആയിട്ട് നമുക്കിങ്ങനെ പ്രൈസിങ് ഡിസ്റ്റൻസ് ലോജിക്കലി ഡൈനാമിക്കലി ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവറേജ് സെയിൽസ് പ്രൈസ് എന്ന് പറയുന്നത് നന്നായിട്ട് കൂട്ടാൻ പറ്റും. കറക്റ്റ്. നമ്മുടെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് കുറയ്ക്കാനും പറ്റും. കറക്റ്റ്. സോ അതായത് അപ്പം നിങ്ങൾ പറയുന്നത് ദർ ഈസ് എ റൈറ്റ് ടൈം ടു ഡു ആഡ്സ്. യെസ്, അത് കണ്ടിരിക്കാൻ. യെസ്, ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു ഒരു ലൈക്ക് ആ ഒരു 4,000 ക്രോസ് 4,000 കോടിയുടെ ബിസിനസ് ചെയ്യുന്നൊരു ടീമാണ്. അവർക്ക് ഈ ഒരു സെറ്റപ്പ് ഇന്ത്യയിലത്തെ ടീമാണ്. അവർക്ക് ഈ ഒരു സെറ്റപ്പ് ഇപ്പോഴും ഇല്ല. ഓക്കെ, സോ അവർക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അവർക്കില്ല. കറക്റ്റ്. കാരണം അതിൻ്റെ ഒരു അവയർനെസ്, ലാക്ക് ഓഫ് അവയർനെസ്സിൻ്റെ ഒരു പ്രശ്നമാണത്. കറക്റ്റ്. അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കലി കോമ്പറ്റീറ്റർ അനലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. യെസ്, എന്നിട്ട് അവർ ചെയ്യുന്ന ചേഞ്ചസിനനുസരിച്ച് നമ്മൾ ഡൈനാമിക്കലി കാര്യങ്ങൾ മാറ്റുന്നു. അതെ, അത് പുലിയുടെ വാല് പിടിച്ച പോലെയാണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്. നമ്മൾ കോമ്പറ്റീറ്റേഴ്സിന് എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കണം. കോമ്പറ്റീറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് പോകും. അത് പുലിയുടെ വാലിന് പിടിവിട്ടിട്ടുണ്ടെങ്കിൽ കടിയിട്ടെന്ന് പറയുന്ന പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വേണ്ടിയിട്ട് നമ്മൾ സമ്മതിക്കരുത്. അവരെപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് മാനുവലി മോണിറ്ററിംഗ് ഉള്ള പറഞ്ഞാൽ പറ്റൂല. കറക്റ്റ്. അതിന് ഓട്ടോമേറ്റഡ് ആൾക്കാർ വേണ്ടി വരും. യെസ്, ഓട്ടോമേറ്റഡ് മോണിറ്ററിംഗ് ചെയ്യും. യെസ്. അപ്പോൾ ബേസിക്കലി അതുകൊണ്ടാണ് ഈ US കമ്പനീസ് ഒക്കെ വേറെ ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അബ്സല്യൂട്ട്ലി. അവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു $1 million മുകളിലൊക്കെ സെയിൽസ് ഉള്ള കമ്പനികൾ വരെ ഇപ്പോൾ ഈ ഒരു സാധനത്തിന് ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം അവരുടെ കോമ്പറ്റീറ്റേഴ്സ് അത് ചെയ്യുന്നുണ്ട്. അവർക്കിത് ചെയ്യാതെ വേറെ മാർഗ്ഗമില്ല. കറക്റ്റ്. അവരെ മോണിറ്റർ ചെയ്യും. അത്ര ഇപ്പോൾ തിരിച്ച് ചെയ്തേ പറ്റുള്ളൂ. വെരി നൈസ്. ഓക്കെ, ഞാൻ കേട്ടിട്ടുണ്ട് ഈ കാറ്റഗറി മോണിറ്ററിങ്. ഫോർ എക്സാമ്പിൾ കോസ്മെറ്റിക്സിൻ്റെ കാറ്റഗറി അല്ലെങ്കിൽ മെഡിക്കൽ കൺസ്യൂമബിൾസ് കാറ്റഗറി, വിച്ച് എവർ കാറ്റഗറി ഇറ്റ് ഇസ്, കാറ്റഗറി മോണിറ്റർ ചെയ്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് സ്പോട്ട് ചെയ്യാന്നുള്ളത് അതെങ്ങനെയാണ് നടക്കുന്നത് ആക്ച്വലി? ഒന്ന് നമ്മുടെ ആക്ച്വൽ കസ്റ്റമർ ടേംസിൽ പറഞ്ഞാൽ മൂവേഴ്സ് ആൻഡ് ഷെയ്ക്കേഴ്സിനെ ഐഡന്റിഫൈ എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഈ മൂവേഴ്സ് ആൻഡ് ഷെയ്ക്കേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാറ്റഗറിയിൽ ഇപ്പോൾ ചിലർ പെട്ടെന്ന് ഒരു ചെറിയ ബ്രാൻഡായിരിക്കും പെട്ടെന്നായിരിക്കും പ്രോമിനൻസിലേക്ക് വരിക. ആദ്യം ഒരു 10 റിവ്യൂ ഉണ്ടായിരുന്നൊരു പിന്നെ നോക്കുമ്പോഴത്തേക്ക് 16 റിവ്യൂ ഉണ്ടാവും. സോ അതിന് പറയുന്നത് ദേ കം അറ്റ് ഫൈറ്റർ ജെറ്റ് സ്പീഡ് എന്ന് പറയുക. എന്ത് സ്പീഡ്? ഫൈറ്റർ ജെറ്റിനത്തെ സ്പീഡിൽ വരും. അപ്പോൾ ഇവരെ പറയാം മൂവേഴ്സ് ആൻഡ് ഷെയ്ക്കേഴ്സ് എന്നുള്ള ആൾക്കാരെ പറയാം. പെട്ടെന്ന് ഒരു കാറ്റഗറി ഡിസ്റ്റർബ് ചെയ്യുന്ന ആൾക്കാരെ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സംഭവം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വലിയ കമ്പനികൾക്ക് ഇവരെ അക്വയർ ചെയ്യാം. കറക്റ്റ്, റൈറ്റ്. രണ്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ഈ സെയിം സാധനം സെല് ചെയ്യാം. ബിക്കോസ് ദർ ഇസ് ഡിമാൻഡ്. കറക്റ്റ്, അതിന് ഡിമാൻഡ് ഉണ്ട്. അതെ, ഓക്കെ. സെക്കൻഡ് എന്ന് വെച്ചാൽ പുതിയൊരു ന്യൂ കോൺസെപ്റ്റ്. ഇപ്പോൾ ഒരു പുതിയ കാറ്റഗറി തന്നെ ഏതെങ്കിലും ഒരു കമ്പനി പുതിയ ന്യൂ കോൺസെപ്റ്റ് കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അതിന് ട്രാക്ഷൻ കിട്ടുന്നുണ്ട്, മൊമെൻറ്റം കിട്ടുന്നുണ്ട്. പെട്ടെന്നൊരു കയറ്റായിരിക്കില്ല. ഇപ്പോൾ ആദ്യം ഒരു 10 റിവ്യൂ, പിന്നെ ഇങ്ങനെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് എൻ്റെ ട്രെൻഡ് അപ്വേർഡ് ട്രാജക്ടറിയാണ്. സോ ലാർജ് ബ്രാൻഡ്, വലിയൊരു ബ്രാൻഡിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഓക്കെ ഈ ഒരു സാധനത്തിനൂടെ സ്കോപ്പ് ഉണ്ട്. മറ്റൊരു ചെറിയ ബ്രാൻഡ് ആയതുകൊണ്ടാണ്. പക്ഷേ നമ്മളുടെ ഒരു എക്സിക്യൂഷൻ സ്കിൽസും ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ചെയ്യാൻ പറ്റും. റൈറ്റ്. ഇപ്പോൾ US കമ്പനി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇവർ ഈ ചെറിയ കമ്പനി അക്വയർ ചെയ്യും, അല്ലെങ്കിൽ സെയിം സാധനം ഇവർ ചെയ്തിട്ട് ഇവരുടെ മാർക്കറ്റിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ട് പുഷ് ചെയ്യും. സോ ഈ കാറ്റഗറി മോണിറ്ററിംഗ് കൊണ്ട് നമുക്ക് ഇതാണ് മനസ്സിലാവുക. അത് ശരി. അപ്പോൾ നിങ്ങൾ അതിന് ഓട്ടോമേറ്റഡ് ടൂൾസ് ബിൽഡ് ചെയ്യുമോ? യെസ്. സോ ഞങ്ങൾ ഡേറ്റ എടുത്ത് കൊടുക്കും. എന്നിട്ട് കസ്റ്റമേഴ്സ് ഒന്നെങ്കിൽ ഞങ്ങളുടെ പാർട്ട്നേഴ്സ് വഴി, ഇപ്പോൾ ഇന്ത്യയിലത്തെ കുറച്ച് സിസ്റ്റം ഇൻറ്റിഗ്രേറ്റേഴ്സ്, അതായത് ലാർജ് സർവീസസ് കമ്പനീസ് ഞങ്ങളുടെ പാർട്ട്നേഴ്സാണ്. അപ്പം ഞങ്ങൾ ഡേറ്റ എടുക്കും. ഞങ്ങൾ ഈ പാർട്ട്നേഴ്സിൻ്റെ സഹായത്തോടെ ഞങ്ങൾ അവർക്ക് വേണ്ട സ്പെസിഫിക് ആപ്ലിക്കേഷൻ എന്താണോ അത് ബിൽഡ് ചെയ്യും. എന്നിട്ട് കസ്റ്റമർ അത് യൂസ് ചെയ്യും. സോ യൂഷ്വലി ഈ സിസ്റ്റം ഇൻറ്റിഗ്രേറ്റേഴ്സുമായിട്ട് കസ്റ്റമർക്ക് ഓൾറെഡി പാർട്ട്ണർഷിപ്സ് ഉണ്ടാവും. സോ ഒരു ട്രയലാറ്ററൽ ഒരു എഗ്രിമെൻറ്റ് വഴി നമ്മൾ അങ്ങനെ ചെയ്യുക.
സോ കസ്റ്റമേഴ്സിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ പറ്റും. വെരി നൈസ്. അപ്പോൾ ഇതൊക്കെ നമ്മളെല്ലാവരും ചെയ്യേണ്ട സാധനങ്ങളല്ലേ? ആണ്, ചെയ്യേണ്ട സാധനങ്ങളാണ്. കാരണം ഒരു വലിയ ബ്രാൻഡ് ആണെങ്കിൽ എനിക്കിപ്പം സിമ്പിളായി പറയുകയാണെങ്കിൽ ആമസോണിൽ ഞാൻ ഇന്ന കാറ്റഗറിയിൽ നിങ്ങൾ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. സേ വുമൻ വെൽനസ്. സോ നിങ്ങളെ നിങ്ങൾ ഉണ്ടാക്കിയ ടൂള് ആ വുമൻ വെൽനസ് കാറ്റഗറിയിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നു. പെട്ടെന്ന് എന്തെങ്കിലും സ്പൈക്ക് വരികയാണെങ്കിൽ യു ഇൻഫോം ദ ബ്രാൻഡ് ഓണർ. യെസ്, സോ ദി ആപ്ലിക്കേഷൻ ക്യാൻ ഇൻഫോം ലൈക്ക് അവിടെ ഡാഷ്ബോർഡ് ഒക്കെ ഉണ്ടോ, ഡാഷ്ബോർഡിൽ പെട്ടെന്ന് സ്പൈക്ക് ആണ് ഇങ്ങനെ മുകളിലേക്ക്. അപ്പോൾ കസ്റ്റമർക്ക് മനസ്സിലാവും ഓക്കെ സംതിങ് ഇസ് ഹാപ്പനിങ് ഹിയർ, എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവരതിലേക്ക് ആ ഡേറ്റയിലേക്ക് കൂടുതൽ ഡിഗ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും ഓക്കെ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇവരുടെ കോൺസെപ്റ്റ് അത് ട്രാക്ഷൻ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. യു ഹാവ് ടു ലുക്ക് ഇൻ ടു ഇറ്റ്. ഓ വെരി നൈസ്. അപ്പോൾ ഒരു ഫാഷൻ ബ്രാൻഡ് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഷർട്ട് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടീഷർട്ട് വല്ലാതെ മൂവ്മെന്റ് നടക്കുമ്പോൾ അതൊക്കെ അറിയാൻ പറ്റും. യെസ്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇപ്പോൾ സെയിൽസ് ഡാറ്റ നിങ്ങൾക്ക് കിട്ടില്ലല്ലോ, അപ്പോൾ എന്ത് ഡാറ്റ ആയിരിക്കും, എന്തൊക്കെ ഡാറ്റകളായിരിക്കും നിങ്ങൾ മോണിറ്റർ ചെയ്യുക? നമുക്ക് ചില ഐഡന്റിഫയേഴ്സ് ഉണ്ട്, ട്രെൻഡ് ഐഡന്റിഫയേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് റിവ്യൂസ് അല്ലെങ്കിൽ റേറ്റിംഗ്സിന്റെ ലൈക്ക് വീക്ക് ഓവർ വീക്ക് അല്ലെങ്കിൽ മന്ത് ഓവർ മന്ത് ഗ്രോത്ത്. അപ്പോൾ ഇന്ന് 10 റിവ്യൂ ഉണ്ടായിരുന്നു, അടുത്ത മാസം 20 റിവ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ ദർ ഗ്രോയിങ്. 20-40 ട്രെൻഡ് കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ ഇറ്റ് ഇസ് ഗ്രോയിങ്. കറക്റ്റ്. ആ ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റും. അത് റിവ്യൂവിൻ്റെ എണ്ണം, റേറ്റിംഗിൻ്റെ എണ്ണം, പിന്നെ റിവ്യൂവിലും റേറ്റിംഗിലൊക്കെ വരുന്ന പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ച് നമുക്ക് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എക്സാക്റ്റ് ഡീറ്റെയിൽസ് കിട്ടില്ല എങ്കിലും നമുക്ക് മനസ്സിലാക്കാം ഇത് അങ്ങോട്ടേക്കാണ് സംതിങ് ഈസ് ഹാപ്പനിങ്. വെരി നൈസ്. അതായത് സെയിൽസിൻ്റെ ഡാറ്റ അല്ല, എന്നാലും നമുക്ക് ഇതൊക്കെ വെച്ച് നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും ദിസ് ഈസ് ബൂമിങ്. അത്രേ ഉള്ളൂ. കോഴിക്കോട് എവിടെയാണെന്നറിയില്ല, പക്ഷേ കോഴിക്കോട്ടൊക്കെ ഒരു വണ്ടി പോകുന്നെന്ന് മനസ്സിലാവും. കറക്റ്റ്. അത് കറക്റ്റാ. ഓക്കെ. പിന്നെ ഈ ഡാറ്റ സ്ട്രാറ്റജി വേണം. ഡാറ്റ സ്ട്രാറ്റജി പലർക്കും ഡാറ്റ സ്ട്രാറ്റജി എന്താണെന്ന് അറിയില്ല. വാട്ട് എക്സാക്ട്ലി ഈസ് ദിസ് ഡാറ്റ സ്ട്രാറ്റജി? ഡേറ്റ സ്ട്രാറ്റജി എന്ന് ബേസിക്കലി നമ്മളെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ നമ്മൾ അക്വയർ ചെയ്ത് അതിനെ ക്ലീൻ ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്ത് അതിനെ യൂസ് ചെയ്യുന്ന ഒരു സംഭവത്തിനാണ് ഡേറ്റ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഷാൻ ഒരു ഇ കൊമേഴ്സ് ഒരു സംരംഭം തുടങ്ങുന്നത് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ അത് കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പം അവരുടെ ഈ ഇമെയിൽ ഉണ്ടാവും, ഫോൺ നമ്പർ ഉണ്ടാവും, അത് പലതും വാട്സാപ്പ് നമ്പർ ഉണ്ടാവും. ഓക്കെ, സോ ഒരു ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ കേസിൽ ഞാൻ ഇപ്പോൾ ആമസോൺ ചെയ്തൊരു സംഭവം, ഇപ്പോൾ എൻ്റെ മോളുടെ ആവശ്യത്തിനായിട്ട് ഡയപ്പേഴ്സ് വാങ്ങിക്കും. റൈറ്റ്, അത് വാങ്ങിച്ചു കഴിഞ്ഞ് കൃത്യം അത് തീരാറാകുന്ന സമയത്ത് ആമസോണിൻ്റെ അടുത്ത് ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ താഴെ സജസ്റ്റഡ് സംഭവം കാണിക്കും. കറക്റ്റ്. അതെന്താണ് ലൈക്ക് അവർക്കറിയാം ഈ സാധനം വായിച്ചിട്ടുണ്ട് ഇത്ര നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിന് പിന്നീട് റെക്കറിങ് അല്ലെ നീഡ് വരുന്നവർക്ക് അറിയാം. അത് നമ്മൾ റിമൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ഇതെനിക്ക് വായിക്കാൻ സമയമല്ലോ, വാങ്ങിക്കും. എന്താ ചെയ്യുക? ഇത് റീറ്റെയിലേഴ്സിന് ചെയ്യാം. ഇപ്പോൾ യൂഷ്വലി നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് അത് ഒരാൾ യൂസ് ചെയ്യുന്ന സമയത്ത് എത്ര നാളെ യൂസ് ചെയ്യുക? അപ്പോൾ മേ ബി ഒരു 45 days ആയിരിക്കും അവർ യൂസ് ചെയ്യുക. കറക്റ്റ്. ഈ ഒരു 40 days ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് കോഡോ എന്തെങ്കിലും വെച്ചിട്ട് അവർക്കൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ദർ ഇസ് എ ഗുഡ് ചാൻസ് ദാറ്റ് ഇറ്റ് കൺവേർട്ട്സ്. കറക്റ്റ്. അത് കൺവേർട്ട് ചെയ്യാൻ മതി. ഇത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം? നിങ്ങളത് ഡേറ്റ വേണം. അതെ, ഈ ഡേറ്റ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വാങ്ങിക്കുന്ന നിങ്ങളുടെ POS സിസ്റ്റത്തിൻ്റെ എന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ മാർക്കറ്റിംഗ് ടീമിന് ഡേറ്റ വേണം. കറക്റ്റ്. മാർക്കറ്റിംഗ് ടീമിന് ഡേറ്റ കിട്ടി അത് സെഗ്മെന്റ് ചെയ്ത് ആ പ്രൊഡക്റ്റ് അവരുടെ പർച്ചേസ് പാറ്റേൺസ് ഒക്കെ അനലൈസ് ചെയ്ത് കറക്റ്റ് സമയത്തിന് അവർക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ കുറേ ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നുണ്ട്. ഈ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ് വരിക? അത് ഡേറ്റ യൂസ് ചെയ്തിട്ടാണ് വരിക. കറക്റ്റ്. ഇപ്പോൾ ഒരു ചെറിയൊരു റീറ്റെയിലർക്കാണെങ്കിലും ഈ സാധനമൊക്കെ ChatGPT ഇട്ട് കൊടുത്ത് കുറച്ച് പ്രോംപ്റ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഐഡിയ ഒക്കെ കിട്ടും അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ. എക്സാക്റ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു ചെറിയ രീതിയിലൊക്കെ എക്സിക്യൂട്ടീവ് അതൊക്കെ മതി. അത് ശരിയാണ്. ഞാൻ ആക്ച്വലി പിന്നെ എൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ്വേ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്തത് ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഞാൻ നേരെ ആ ഡാറ്റ കൊണ്ട് ഡൗൺലോഡ് ചെയ്തു. കഴിഞ്ഞ കൊല്ലം എത്ര പേയ്മെൻറ്റ് ഗേറ്റ്വേ ത്രൂ പോയി, ഈ കൊല്ലം എത്ര പോയി, ഞാൻ നോക്കിയപ്പോൾ ഒരു 35% ഇൻക്രീസ് ഉണ്ട്. ഞാൻ നേരെ പേയ്മെൻറ്റ് ഗേറ്റ്വേ പ്രൊവൈഡർക്ക് അയച്ചു കൊടുത്തു. ഞാൻ 35% സെയിൽസ് വോളിയം കൂടിയിട്ടുണ്ട്, സോ ഗിവ് മി എ ഡിസ്കൗണ്ട്. സോ ഐ ഗോട്ട് എ ഡിസ്കൗണ്ട് ഉണ്ട്. അത്രേ ഉള്ളൂ. അത് ചുമ്മാ ChatGPTയിൽ ആ എക്സൽ ഷീറ്റ് ചുമ്മാ ലോഡ് ചെയ്തിട്ടതാ. ഈവൻ നെഗോഷിയേഷൻ പോയിന്റ്സ് വരെ പറഞ്ഞു തരും. എക്സാക്ട്ലി എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈവൻ എനിക്ക് അത് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് ചോദിച്ചു വിച്ച് പേയ്മെൻറ്റ് മെത്തേഡ് ആണ് ഏറ്റവും കൂടുതൽ വന്നത്. അപ്പോൾ അവർ പറഞ്ഞു ആപ്പിൾ പേ, ഗൂഗിൾ പേ ആണ്. പെട്ടെന്ന് ആ കൊല്ലമാണ് ആപ്പിൾ പേ, ഇത് കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം. അവർ ആപ്പിൾ പേ, ഗൂഗിൾ പേ. അപ്പോൾ എൻ്റെ നെഗോസിയേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ പേൻ്റെയും ഗൂഗിൾ പേൻ്റെയും ട്രാൻസാക്ഷൻ ചാർജ് ഒഴിവാക്കി തരും. അതായത് ഒരു ഫിക്സഡ് ചാർജ് ഉണ്ടാവുന്നുണ്ടായിരുന്നത്, ആ ഫിക്സഡ് ചാർജ് ഒഴിവാക്കി തന്നു. അവരതെങ്ങനെ അനലൈസ് ചെയ്തിട്ടില്ല. പക്ഷേ ഐ ഗോട്ട് ദ ട്രെൻഡ്. നിങ്ങൾ പറഞ്ഞത് ട്രെൻഡ് അനലൈസ് ചെയ്ത് ഓക്കെ ആപ്പിൾ പേ, ഗൂഗിൾ പേ ഇക്കൊല്ലം വളരെ കുറവായിരുന്നു.
പെട്ടെന്ന് 100% ഇൻക്രീസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് അഗെയിൻ ഗോയിങ് ടു ഗോ അപ്പ്. അവൻ ആ ട്രെൻഡ് അനലൈസ് ചെയ്തില്ല. സോ ഐ അനലൈസ്ഡ്, നെഗോഷിയേറ്റ് ചെയ്തു, ആ ഡിസ്കൗണ്ട് കിട്ടി. എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഫൗണ്ടേഴ്സ് ChatGPT ഉപയോഗിക്കാൻ അറിയാത്ത ഫൗണ്ടേഴ്സ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോ അവിടെ കരിക്കിരിക്കുന്നുണ്ട്, ഇവിടെ കത്തിയിരിക്കുന്നുണ്ട്, വെട്ടി കുടിച്ചാൽ മതി. അത് ആലോചിക്കാത്തടത്താണ് ഈ പ്രശ്നം വരുന്നത്. കറക്റ്റ്. പിന്നെ എനിക്കൊന്ന് കുറച്ചും കൂടി ഒരു ഇഷ്യൂ വരുന്നത്, എന്താണ് ചോദിക്കേണ്ടത്, ആ റൈറ്റ് ക്വസ്റ്റ്യൻസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ മേക്ക് ദെയർ ലൈഫ് ഈസിയർ. യെസ്. സോ അതിന് നല്ല കുറെ കോഴ്സസ് ഒക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഡെവലപ്പർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ ഇപ്പൊ ആൻഡ്രൂ എൻജി എന്ന് പറഞ്ഞൊരു ആളുണ്ട്. ആൻഡ്രൂ എൻജി. ഇപ്പോൾ എയുടെ ഒക്കെ കോഴ്സുകളിലൊക്കെ തകട്ടപ്പൻ എന്ന് പറയുന്ന ഒരാളാണ്. മൂപ്പരെ സൈറ്റിൻ്റെ അകത്ത് നല്ല കോഴ്സുകളുണ്ട്. ഈ പ്രോംപ്റ്റ് ചെറിയ ഷോർട്ട് കോഴ്സുകളാണ്, 1 മണിക്കൂർ 1.5 മണിക്കൂറിനൊക്കെ ഷോർട്ട് കോഴ്സുകളാണ്. പിന്നെ നിങ്ങൾക്ക് ഗ്രീൻ പെപ്പറിന്റെ കൃഷ്ണകുമാറിന് അറിയുന്നു വിചാരിക്കുന്നു. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഡയറക്ട്ലി അറിയില്ല. മൂപ്പരുടെ ചില വീഡിയോസിനകത്തൊക്കെ എങ്ങനെ പ്രോംപ്റ്റ് ചെയ്യണമെന്നുള്ളതൊക്കെ മൂപ്പര് പറയുന്നുണ്ട്. അത് വളരെ ലൈക്ക് ആ ഒരു ഫോർമാറ്റൊക്കെ ഫോളോ ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോപ്പറായിട്ട് പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. കറക്റ്റ്. മീൻസ് ഞാൻ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഞാൻ ചെയ്തിരുന്നത്, ഞാൻ നേരെ ഡാറ്റ അനലിസ്റ്റിന് കൊടുക്കും, ഗീവ് മീ ദ ഇൻസൈറ്റ്സ്. ഇപ്പം നേരെ ഡാറ്റ അങ്ങോട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗീവ് മീ ദ ഇൻസൈറ്റ്സ് എന്ന് വെറുതെ അടിച്ചാൽ മതി. അപ്പം ChatGPT ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഓക്കെ ഈ ഡാറ്റയിൽ എന്തെന്ന സാധനങ്ങളുണ്ട്. പിന്നെ അതുപോലെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു പോയി കഴിഞ്ഞാൽ വി ആക്ച്വലി ഗെറ്റ് ടു എ ഗ്രോത്ത് ഹാക്ക്. ഈ സാധനം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവുമല്ലോ എന്നുള്ളത് മനസ്സിലാവും. സോ ഞാൻ പറയുക, ഇനീഷ്യൽ സ്റ്റേജിൽ ഫൗണ്ടേഴ്സ് തന്നെ ഈ ഒരു സാധനം ചെയ്യണം. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൗണ്ടേഴ്സിന് ബിസിനസിന്റെ ഒരു ഹോൾ ഐഡിയ ഉണ്ട്. കറക്റ്റ്. അപ്പോൾ ചിലതിൽ ഫോൾസ് പോസിറ്റീവ് ഉണ്ട്, ഡേറ്റ ഫോൾസ് പോസിറ്റീവ് എന്ന് പറയും. അതെ, നമ്മളത് കാണുമ്പോൾ വിചാരിക്കും ഓക്കെ അത് ഇതാണ് മീൻ ചെയ്യുന്നതായിരിക്കും, പക്ഷെ അതിന്റെ മീനിങ് ഡിഫറെന്റ് ആയിരിക്കും. എൻസിക്ക് ഫോൾസ് പോസിറ്റീവ് എന്ന പോലെ അതിൽ വര കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട് ആവാം. കാരണം ഓക്കെ നമ്മൾ റീസൺ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വല്ല മണ്ടത്തരം കാണിക്കും. കറക്റ്റ്. പക്ഷെ ഒരു ഫൗണ്ടറാണ് ചെയ്യുന്നതെങ്കിൽ ഫൗണ്ടർക്ക് മനസ്സിലാവും ഓക്കെ ഇതാണ് റീസൺ എന്ന് മനസ്സിലാവും. പക്ഷേ ഒരു അനലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇന്റേൺ ആയിട്ട് ഒരാൾക്ക്, ഇതിൽ എക്സ്പോഷർ ഇല്ലാത്ത ഒരാൾക്ക് ഈ ഡേറ്റ കാണുമ്പോഴത്തേക്കും അവരെ ചില മിസ്ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതെ, ഫൗണ്ടേഴ്സ് ഷുഡ് ഡു ഇറ്റ്. അപ്പോൾ റോങ് ഇൻസൈറ്റ്സ് വരും. റോങ് ഇൻസൈറ്റ്സ് വന്നാൽ റോങ് ഡിസ്റ്റൻസ് യെസ് ഓഫ് കോഴ്സ്. റൈറ്റ്. പിന്നെ അതിങ്ങനെ സ്പൈറൽ ചെയ്ത് പോകും. അതൊരു സർവൈവർഷിപ്പ് ബയാസ് സംഭവത്തിന് പറയുക. ഓക്കെ. അപ്പോൾ ആക്ച്വലി ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ഈ അമേരിക്കയുടെ ബ്രിട്ടൻ്റെ ഒക്കെ എയർക്രാഫ്റ്റ്സ് എപ്പോഴും വെടിവെച്ചിടും ജർമ്മൻകാർ. അപ്പോൾ തിരിച്ചു വരുന്ന ഇതിന്റെ വിമാനങ്ങളുടെ ഒക്കെ ചിറകിൻ്റെ അകത്തുള്ള വെടിയുടെ ഒക്കെ പാറ്റേൺ കണ്ടിട്ട് അവർ തീരുമാനിച്ചു ഓക്കെ ഈ ചിറകിലൊക്കെ വെടികൊള്ളുന്ന വിമാനങ്ങൾ തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, അപ്പം അവിടെ റീഇൻഫോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരാൾ പേര് ഞാൻ മറന്നുപോയി. മൂപ്പര് പറഞ്ഞു അങ്ങനെയല്ല, ചിറകിലുള്ള തിരിച്ചു വരുന്നുണ്ട്, അപ്പം ബാക്കിയുള്ള സ്ഥലത്ത് പൊള്ളുതറ തിരിച്ചു വരാത്ത, അപ്പോൾ അവിടെയാണ് റീഇൻഫോഴ്സ് ചെയ്യേണ്ടതെന്ന്. സോ ദാറ്റ് വാസ് എൻ ഇൻസൈറ്റ്. അപ്പോൾ അങ്ങനെയാണ് ഡേറ്റനെ യൂസ് ചെയ്യേണ്ടത്. കാരണം അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യണം. ആ ജഡ്ജ്മെന്റ് ഇല്ല എങ്കിൽ പ്രശ്നമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ സെയിം പ്രോബ്ലം, അതായത് വിമാനത്തിൻ്റെ പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടി 8 ടീമിനെ പറ്റി മൊത്തം നിയോഗിച്ചു. അല്ല ആക്ച്വലി ഇങ്ങനെ ടീം മാത്രമാണ് ഈ ഇതിലേക്ക് എത്തിയത്. പക്ഷെ മൂപ്പര് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലാവും ഓക്കെ ഇതാണ് റീസൺ. കറക്റ്റ്. മീൻസ് അവിടെയാണ് അത് ഫൗണ്ടർ തന്നെ ചെയ്യണമെന്ന് പറയാൻ കാരണം. ബിക്കോസ് ഹി ഹാസ് മോർ എക്സ്പെർട്ടൈസ്. ആ ഒരു കമ്പനീൻ്റെ ഇനീഷ്യൽ ജേർണി തൊട്ടിട്ട് ഇപ്പം വരെ ജേർണിയിൽ ഫുള്ള് ഫൗണ്ടർക്ക് അറിയാം. സോ ആ ഒരു ഇൻറ്റ്യൂഷൻ വരും. ഇൻറ്റ്യൂഷൻ വരുന്നത് വളരെ ഒരു വലിയൊരു ഫാക്ടറാണ് ഇതിൻ്റെ അകത്ത്. കറക്റ്റ്. ഈ ഇൻറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്യുന്നത് ആക്ച്വലി ഇറ്റ്സ് എ ഡേറ്റ. നമ്മൾ കുറേ ഡേറ്റ ഫീഡ് ചെയ്ത് നമ്മുടെ ബ്രെയിൻ ഒരു സംഭവം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ദാറ്റ്സ് അഗെയിൻ ഡേറ്റ ആണ്. കറക്റ്റ്. ഓക്കെ. അങ്ങനെ പറയുകയാണെങ്കിൽ മീൻസ് ഏറ്റവും ബെസ്റ്റ് പ്രൊസസ്സർ നമ്മളെ ബ്രെയിൻ തന്നെ ഇല്ലേ ഡാറ്റ? ഓഫ് കോഴ്സ്. ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ കേരളത്തിൽ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റത്തിലൊരു 10-12 വർഷമായിട്ട് ഉള്ളതാണ്. കറക്റ്റ്. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ഓരോ ഐഡിയ പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ മെറിറ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കുറേ ബുൾഷിറ്റ് ഐഡിയാസ് കേട്ടു, കുറേ നല്ല ഐഡിയാസ് കേട്ടു. ഇതിങ്ങനെ നല്ല ഐഡിയാസും മറ്റേതും ഇങ്ങനെ ട്രെയിൻ ചെയ്ത് നമ്മുടെ ബ്രെയിനിലൊരു ഒരു ഡിസിഷൻ മെക്കാനിസം എഞ്ചിൻ ചെയ്തു. ഇപ്പം പറഞ്ഞു തുടങ്ങുകൂടെ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത് പുകയാണതൊന്നും നടക്കൂല നമുക്ക് മനസ്സിലാവും. കറക്റ്റ്. അതും നല്ല ഇൻഫർമേഷനും മോശം ഇൻഫർമേഷനും നമ്മളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്തുണ്ടാക്കിയ ഒരു ഡിസിഷൻ മെക്കാനിസം ആണ്. കറക്റ്റ്. ഓക്കെ. ഒരു ഇ-കൊമേഴ്സ് ബ്രാൻഡാണ്. എങ്ങനെ ഡാറ്റ സയൻസ് ഗ്രാജുവേറ്റ്സിന് യൂസ് ചെയ്യാൻ പറ്റൂ? ഒരു ഡേറ്റ സയൻസ് ഗ്രാജുവേറ്റ് ചെയ്ത സ്റ്റുഡൻറ്റിന് ബേസിക് പൈത്തൺ അല്ലെങ്കിൽ ഡേറ്റ സയൻസോട്ട് ചെറിയൊരു ഐഡിയ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഒരു ഷാൻ ഒരു ഇ-കൊമേഴ്സ് കമ്പനിയാണ്. ഷാൻ കുറച്ച് പ്രോഡക്ട്സ് ഓൺലൈൻ സെല് ചെയ്യുന്നത്. അപ്പോൾ ഷാൻ യൂസ് കേസ് വെക്കുകയാണ്. എൻ്റെ ടോപ്പ് 10 കോമ്പറ്റീറ്റേഴ്സ് ഇവരുടെ ഏത് പ്രൊഡക്റ്റ് ആമസോണിലോ ഈ ഏത് സൈറ്റിലോ സ്റ്റോക്ക് ഔട്ട് ആവുകയാണെങ്കിൽ എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണം.
അതാണ്, വേറെ ഒന്നുമില്ല. സ്റ്റോക്ക് ഔട്ട് ആകുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഒരു ഡേറ്റാ സയൻസ് പഠിച്ച ഒരാൾക്ക് ഒരു വെബ് സ്ക്രേപ്പർ ബിൽഡ് ചെയ്ത് ഈ ഒരു സാധനം ബിൽഡ് ചെയ്യാന്ന് വെച്ചാൽ ഒരാഴ്ച കൊണ്ട് ബിൽഡ് ചെയ്യാൻ കേസുണ്ട്. അപ്പോൾ ഷാന് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇൻസ്റ്റന്റ്ലി ഏത് പ്രൊഡക്റ്റ് സോൾഡ് ഔട്ട് ആകുന്നു അതിനനുസരിച്ച് ഷാൻ്റെ പ്രൈസിംഗ് സിസ്റ്റംസ് മാറ്റാം. ഓക്കെ, ആ ഒരു മാർക്കറ്റ് പ്രൈസിംഗ് സിസ്റ്റംസ് മാറ്റാം. അവിടെ തന്നെ സെയിൽ കൂടും. യെസ്, കാരണം മറ്റൊരു സ്റ്റോക്ക് ഔട്ട് ആയാലും സ്റ്റോക്ക് ഔട്ട് ആയി. ഇനി അടുത്ത സംബന്ധിച്ച് ഇവർ എപ്പോഴാണ് റീപ്ലേസ് ചെയ്യുന്നത്, സ്റ്റോക്ക് തിരിച്ചു വരുന്നതെന്നുള്ള സംഭവം കൂടെ വരണം. ഒരാൾ സ്റ്റോക്ക് ഔട്ട് ആയി ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്ട്രാറ്റജി മാറ്റണം, കാരണം കാര്യം കൂടെ അറിയണം. കറക്റ്റ്. ഇതൊരു ഡേറ്റാ സയൻസ് ഇന്റേണിനെ വെച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളത്, ഒരു സ്മാർട്ട് ആയിട്ട് ഇന്റേണിനെ വെച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളൂ. വൺസ് ഇത് ലൈവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് യൂസ് കേസ് പിടിക്കുക. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ നമ്മളുടെ റിവ്യൂ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്കിങ്ങനെ ഗ്രാജുവലി ഇതിൻ്റെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ അറ്റ് വൺ പോയിന്റ് നിങ്ങൾ ഒരു ഇതിലെത്തും, ഈ ഡേറ്റയുടെ ഇതെല്ലാം കൂടെ നമ്മളെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ഒരു സമയത്ത് മാത്രമേ ഡേറ്റ ഹെഡ് നമ്മൾ ഒരു പ്രൊഫഷണൽ കമ്പനിൻ്റെ ആവശ്യമുള്ളൂ. കറക്റ്റ്. അതിന് മുമ്പുള്ള ഈ ബേസിക് സംഭവങ്ങൾ, ഈ സ്കെയിലപ്പിന് മുമ്പുള്ള ബേസിക് സാധനങ്ങൾ ഒരു ഇന്റേൺ 1-2 ഇന്റേൺസിനെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കറക്റ്റ്. അപ്പൊ എനിക്കിപ്പോൾ തോന്നുന്നത് ഒരു ഒറ്റ ഇ കൊമേഴ്സ് കമ്പനീസിനും നമ്മളെ നെറ്റ്വർക്കില്ല, അവരൊന്നും ഡാറ്റ അനലിസ്റ്റിനെ യൂസ് ചെയ്യുന്നില്ല. ഡാറ്റ അനലൈസ് ചെയ്യാൻ ഒരാളുണ്ടെന്ന് തോന്നുന്നില്ല. സോ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്? ഈ ഡാറ്റ അനലൈസ് ചെയ്യണ്ടേ? ഫസ്റ്റ് തിങ് ഡേറ്റ അനലൈസ് ചെയ്യണം. സെക്കൻഡ് തിങ് ഇത് ഫൗണ്ടർ റിഗാർഡ്ലെസ് ഓഫ് യുവർ ബാക്ക്ഗ്രൗണ്ട് ഈ ഡേറ്റ അനലൈസ് ചെയ്യണം. കാരണം നിങ്ങളുടെ ഡേറ്റയിലുള്ള ചില പാറ്റേൺസ് കാണുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് ആയിരിക്കും പലപ്പോഴും ശരിയായിട്ട് വരിക. കറക്റ്റ്. ഓക്കെ, അപ്പോൾ അത് ഫൗണ്ടർ തന്നെ ചെയ്യണം. അത് ചാറ്റ് GPT ഒക്കെ ഹെൽപ്പോടെ ചെയ്യാവുന്നേ ഉള്ളൂ. കറക്റ്റ്. 3 ഇത്തരത്തിലുള്ള മോണിറ്ററിങ്ങിന് നിങ്ങൾക്ക് ചാറ്റ് GPT പോലുള്ള സംഭവങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അനോമലീസ് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ സെയിൽസിന്റെ ഡേറ്റ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഷോപ്പിഫൈയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതെ, ചാറ്റ് GPTയിലേക്ക് അപ്ലോഡ് ചെയ്യുക, ഫൈൻഡ് അനോമലീസ് വിത്ത് റെസ്പെക്ട് ടു ദ പർച്ചേസ് പാറ്റേൺസ് എന്ന് കൊടുക്കുക. കാരണം ചിലപ്പോൾ പറയും ഓക്കെ ഈ മാസം ഡൽഹിയിൽ നിന്നുള്ള സെയിൽസ് എനിക്ക് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. സോ യു ഡിഗ് മോർ ഇൻ ടു ഇറ്റ്. എന്തുകൊണ്ടാണ് ഡൽഹിയിൽ സെയിൽസ് കൂടിയത്? കറക്റ്റ്, ഡൽഹിയിൽ ദിവാലി ആയിരുന്നു, അങ്ങനെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട്. സോ ഇതിന്റെ ഇൻസൈറ്റ് എന്താണ്? ഇത്തരത്തിലുള്ള സംഭവത്തിന് ദിവാലി സമയത്ത് ഡൽഹിയിലെ ഡിമാൻഡ് കൂടുതലുണ്ട്. ദാറ്റ്സ് ദ ഇൻസൈറ്റ്. കറക്റ്റ്. ഇതുപോലുള്ള പല സംഭവങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് സിമ്പിൾ സാധനമാണ്. സിമ്പിൾ സാധനം, വളരെ സിമ്പിൾ സാധനം. കറക്റ്റ്. അപ്പോൾ നമ്മൾ ഇതിന്റെ നമുക്ക് ഈ എന്താണ് ഇതിൽ സാധാരണ ഡേറ്റയുടെ കേസ് നമ്മൾ പറയുന്ന സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ സോൾവ് ദ ഹൈ ഇമ്പാക്ട് പ്രോബ്ലംസ് ഫസ്റ്റ്. ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് വരുന്ന പ്രോബ്ലംസ് ഫസ്റ്റ് സോൾവ് ചെയ്യുക. അതെ, അത് സോൾവ് ചെയ്തിട്ട് മറ്റേലേക്ക് എത്തുക. അങ്ങനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറയുക. കറക്റ്റ്. അപ്പം ഇതൊരു ഹൈ ഇമ്പാക്ട് പ്രോബ്ലം ആണ്, വളരെ ഹൈ ഇമ്പാക്ട് പ്രോബ്ലം ആണ്. ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പറ്റി. കറക്റ്റ്. ഒരുപാട് ടെക്കൊന്നും വേണ്ട, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. കറക്റ്റ്. പക്ഷേ ഡാറ്റ ഡൗൺലോഡ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അത്ര. അപ്പൊ ഇത് ഇന്റേണിനെ ഹയർ ചെയ്യുന്ന പകരം GPT-നെ ഹയർ ചെയ്താൽ മതി. രണ്ടും വേണമെന്ന് ഞാൻ പറയുള്ളൂ. ഇന്റേണും വേണം, GPT വേണം. കാരണം GPT ചെയ്യുന്ന സാധനങ്ങൾ എപ്പോഴും ആക്യുറേറ്റ് ആയിക്കൊള്ളുന്നില്ല. ഈ GPT റീസണിങ് പലപ്പോഴും ഫ്ലോഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം GPT പറയുന്ന സംഭവം കൊണ്ട് ഇന്റേൺ വെരിഫൈ ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ. പിന്നെ ഫൗണ്ടർ ഇൻറ്റ്യൂഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെരി നൈസ്. ഓക്കെ. അത് പറഞ്ഞപ്പോ ടോണി ഇടക്കിടക്ക് പറയുന്നതാണ് ഈ കോളേജസും സ്കൂൾസും ഒക്കെ ക്യാൻ ബി ബെറ്റർ. യെസ്, അല്ലേ? അത് എങ്ങനെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും? ഹൗ ക്യാൻ ബി ഈ കോളേജസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനൊക്കെ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഇത് ബെറ്റർ ആക്കാൻ? ഒന്ന് പ്രാക്ടിക്കൽ എക്സ്പോഷർ എന്നുള്ള സംഭവം കൊടുക്കുക. ഇന്റേൺഷിപ്പ് മാൻഡേറ്ററി ആക്കുക. ഇവർ നെയിം സേക്ക് ഇന്റേൺഷിപ്പ് അല്ല, ഇൻഡസ്ട്രിയൽ വിസിറ്റ് അല്ല, അവിടെ പോയി കമ്പനിയിൽ അവരുടെ കൂടെ ഇരുന്ന് പണി ചെയ്ത് പഠിച്ച് ഉള്ള ഇന്റേൺഷിപ്പ് മാൻഡേറ്ററി ആക്കുക. കറക്റ്റ്. അപ്പോൾ ഉദാഹരണം പറയുമ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ അവിടെ 100 കണക്കിന് കമ്പനികളുണ്ട്. ഇവർക്കൊന്നും ഒരു ഇന്റേണിനെ ഹയർ ചെയ്യാനുള്ള ഒരു ബാൻഡ് വിത്തോ അതിനുള്ള പൈസ ഉണ്ടാവില്ല. കറക്റ്റ്. ഈ ഇന്റേൺ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഹി വർക്ക്സ് ഡയറക്ട്ലി വിത്ത് ദ ഫൗണ്ടർ. ഈ ഫൗണ്ടറോട് ഡയറക്ട്ലി വർക്ക് ചെയ്യുന്ന സമയത്തേക്ക് അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്, ഹ്യൂജ് ആയിരിക്കും. ഒരു MBA ബുക്കിൽ നിങ്ങൾക്ക് അത്ര നോളജ് കിട്ടൂല. കറക്റ്റ്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റിക്ക് എന്ന് വെച്ചാൽ നമുക്ക് വിലയിടാൻ പറ്റാത്തൊരു സംഭവമാണ്. കറക്റ്റ്. ഇതൊരു മാൻഡേറ്ററി ആക്കി കമ്പനീസിന് ഇന്റേൺസിനെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം ഇന്റേൺഷിപ്പ് മാൻഡേറ്ററി ആക്കുകയാണെങ്കിൽ 2 കാര്യങ്ങൾ നടക്കും. ഒന്ന്, ഇവർക്ക് പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടും. പിന്നെ ബെസ്റ്റ് കമ്പനീസിലേക്ക് ഇന്റേൺഷിപ്പ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളുടെ ഇടയ്ക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. കറക്റ്റ്. ഈ കോമ്പറ്റീഷൻ ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൂടുതൽ സാധനങ്ങൾ സ്വയം പഠിക്കാൻ തുടങ്ങും. അതെ. സോ ഇറ്റ്സ് എ വിൻ ഫോർ ബോത്ത് ദ കോളേജസ് ആൻഡ് ദ കമ്പനീസ്. നല്ല റിസോഴ്സസും വരും, നല്ല റിസോഴ്സിന് വരും. ആ എക്കോസിസ്റ്റം നന്നായിട്ട് ഡെവലപ്പ് ആവും. കറക്റ്റ്. ഇതാണ് സംഭവിക്കുക. അപ്പോൾ കോളേജസിന് സ്കൂൾസ്, അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കോളേജസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവർക്ക് ആക്ച്വലി KSCM ആയിട്ട് പാർട്ട്ണർ ചെയ്താൽ മതി. അബ്സല്യൂട്ട്ലി. ഇപ്പോൾ ഞാൻ കണ്ടു, ഇപ്പോൾ നേരത്തെ ഡേറ്റാ സയൻസ് ഗ്രാജുവേറ്റ്സിന്റെ കേസ് പറഞ്ഞല്ലോ,
പലപ്പോഴും ഞാൻ കണ്ടുവരുന്നൊരു പ്രതിഭാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കുറച്ച് സ്റ്റോക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും, അതെ, കുറച്ച് പ്രോഗ്രാമിംഗ് പഠിക്കും, പക്ഷെ അവർക്ക് പ്രാക്ടിക്കൽ എക്സ്പോഷർ കുറവാണ്. കറക്റ്റ്. പക്ഷേ ഈ പ്രാക്ടിക്കൽ എക്സ്പോഷറും കൂടി പഠനത്തിൻ്റെ കൂടെ വരികയാണെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി. അപ്പൊ അത് കിട്ടാൻ ബെസ്റ്റ് സ്റ്റാർട്ടപ്സിന്റെ കൂടെ വർക്ക് ചെയ്യാന്നില്ല. അബ്സല്യൂട്ട്ലി. കാരണം സ്റ്റാർട്ടപ്സിനോട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും യു ആർ പാർട്ട് ഓഫ് ദി എൻറ്റയർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. എക്സാക്ട്ലി. ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന്റെ പാർട്ട് ആകുക എന്നുള്ളതാണ് വലിയ സംഭവം. ഇപ്പോൾ വലിയൊരു കമ്പനിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്യുള്ളൂ, കാരണം നിങ്ങൾക്ക് മറ്റേലേക്ക് എക്സ്പോഷർ ഇല്ല. അതെ. പക്ഷേ സ്റ്റാർട്ടപ്പിന്റെ കേസിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡയറക്ട്ലി ബ്രേക്സ് ഓർ മേക്സ് ദ കമ്പനി. കറക്റ്റ്. പല സമയത്തും ഇപ്പോൾ എനിക്കറിയാം, ഒരു കൊച്ചിയിലൊരു സ്റ്റാർട്ടപ്പിന്റെ ഒരു ചെക്കൻ, ഇന്ത്യമായിട്ട് വന്നൊരു ചെക്കനാണ്. അപ്പോൾ ഒരു കസ്റ്റമർ ലീവ് ചെയ്യാൻ പോകാമെന്ന് അവൻ്റെ സംശയം തോന്നി. അവന് സംശയം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ യൂസേജിന്റെ ഡേറ്റ അവരെടുത്ത് നോക്കിയപ്പോൾ സമയത്തേക്ക് കഴിഞ്ഞ മാസം വരെ കസ്റ്റമർ നന്നായിട്ട് യൂസ് ചെയ്ത് ഈ മാസം യൂസേജ് ഇല്ല. ഓക്കെ. സോ ഇവൻ ഇനീഷ്യേറ്റീവ് എടുത്ത് കസ്റ്റമറോട് ഒരു കോൾ സെറ്റപ്പ് ചെയ്തു. വാട്ട് ഇസ് ദ പ്രോബ്ലം എന്ന് ചോദിച്ചു. കസ്റ്റമർ പറഞ്ഞു നിങ്ങളുടെ സാധനത്തിന്റെ അകത്ത് നിന്ന് റെസ്പോൺസസ് സ്ലോ ആണ് എന്ന് പറഞ്ഞു. സോ ഇവൻ ഫൗണ്ടേഴ്സിനോട് പറഞ്ഞു, ഫൗണ്ടേഴ്സ് ഇതാക്കി, ഇത് യൂസേജ് കൂടി. ബട്ട് ഇറ്റ്സ് ലൈക്ക് ആ കസ്റ്റമർ എന്ന് വെച്ചാൽ നല്ല പൈസ കൊടുക്കുന്ന കസ്റ്റമർ ആയിരുന്നു. സോ ലിറ്ററലി യു ക്യാൻ ബ്രേക്ക് ഓർ മേക്ക് എ കമ്പനി. എക്സാക്ട്ലി. നിങ്ങളെ വെബ്സൈറ്റില് നീൽസണിനെ കണ്ടു, ആമസോണിനെ കണ്ടു. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അറിയില്ല, വാട്ട് കൈൻഡ് ഓഫ് സർവീസസ് ഡു യു ഗീവ് ദം? എനിക്ക് എക്സാക്ട്ലി എന്താന്ന് പറയാൻ പറ്റില്ല. ഞാൻ ബേസിക്കലി സംഭവം പറയാം. അവർക്ക് അവരുടെ പ്രൊഡക്ട്സും സർവീസസും ആയിട്ട് ബന്ധപ്പെട്ട് പല ഡിസിഷൻസ് എടുക്കേണ്ടിയിരുന്നു. പ്രൈസിങ് അതുമായിട്ട് ബന്ധപ്പെട്ടത് ഇത് പലതും മാർക്കറ്റ് ഡ്രിവൺ ആണ്. അതായത് അവരുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ആ കോമ്പറ്റീറ്റേഴ്സിന് എന്ത് ചെയ്യുന്നു എന്നുള്ള സംഭവം അതിന്റെ ഡേറ്റ നമ്മൾ ഇവർക്ക് കൊടുക്കും. അത് ബേസ് ചെയ്ത് ഇവരുടെ ഡിസിഷൻ മേക്കിംഗ് എഫിഷ്യൻ്റ് ആക്കും. ഇതാണ് ഇൻ എ നട്ഷൽ നമ്മൾ കൊണ്ട് ചെയ്യുന്നത്. ബേസിക്കലി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ സാധനങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, നൈസ്. നിങ്ങളൊരു ബ്ലോഗിൽ ഞാൻ സാധനം കണ്ടിരുന്നു, വെബ് സ്ക്രേപ്പിംഗ് വെച്ച് ആഡ് സ്പെൻഡ് കുറച്ചു എന്നുണ്ട്. അത് ആക്ച്വലി എന്തായിരുന്നു സ്റ്റോറി? എന്താ വെബ് സ്ക്രേപ്പിംഗ് വെച്ച് ആഡ് സ്പെൻഡ് കുറച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നതിന്റെ ടേൺ ഓഫും ടേൺ ഓണിന്റെ സംഭവമുണ്ട്. അപ്പൊ നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ ഭയങ്കരമായിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്ന സമയത്തേക്ക് നമ്മൾ അതിന്റെ കമ്പയറബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിന് നമ്മൾ ആഡ്സ് റൺ ചെയ്യുകയാണെങ്കിൽ വി ആർ ലൂസിങ് മണി. കറക്റ്റ്, ശരിയാണ്. ബട്ട് കോമ്പറ്റീറ്റർ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഔട്ട് ആവുന്ന സമയത്ത് നമ്മൾ ആഡ് റൺ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഗെറ്റ്സ് മോർ റവന്യൂ. അത് മാത്രമല്ല, നമ്മുടെ പൈസ കൂട്ടാനും പറ്റും. വെരി നൈസ്. ഓക്കെ. അപ്പൊ ആഡ്സ് നിങ്ങൾ അത് എവിടെയാണ് ചെയ്യല്? അത് ഫേസ്ബുക്ക് ആഡ്സും ചെയ്യോ, ആമസോൺ ആഡ്സും ചെയ്യോ? ആഡ് ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങൾ പറയുന്നത് ഇവര് മറ്റേ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്, ഡിസ്കൗണ്ട് കൂട്ടി കുറച്ചു, അത് സ്റ്റോക്ക് ഔട്ട്, ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് നമ്മൾ കസ്റ്റമർക്ക് പാസ് ചെയ്യുക. ബാക്കി അവരുടെ കസ്റ്റമറുടെ മാർക്കറ്റിംഗ് ടീമാണ് ചെയ്യുക. മനസ്സിലായി. അതായത് അവർക്ക് മനസ്സിലായി ഇപ്പം ആഡ് റൺ ചെയ്യുന്നേക്കാളും നല്ല കുറച്ച് കഴിഞ്ഞിട്ട് റൺ ചെയ്യാനാണ്. കാരണം അവർക്ക് ഓൾറെഡി ഭയങ്കര ഡിസ്കൗണ്ടിൽ കൊടുത്തോണ്ടിരിക്കുകയാണ്. സോ ദേ വിൽ ഗെറ്റ് മോർ സെയിൽസ്. വെരി നൈസ്. വലിയ ബ്രാൻഡുകളുടെ കേസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് അവർ സെല് ചെയ്യുന്നത് ഹൺഡ്രഡ്സ് ഓർ തൗസൻഡ്സ് ഓഫ് പ്രോഡക്ട്സ് ആയിരിക്കും സെല് ചെയ്യുന്നത്. അവരുടെ വോളിയത്തിൽ 1% ഇൻക്രീസ് വന്നിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ലേറ്റ് ടു മില്യൻസ്. അതാണ് എൻ്റെ റൈറ്റ്. മനസ്സിലായി. ഈ സ്റ്റോർ ലൊക്കേഷൻ വെച്ചിട്ട്, അതായത് എനിക്ക് ഇന്ന സ്ഥലത്ത് ഇപ്പോൾ സ്റ്റോർ തുറക്കണം, ഹൗ ക്യാൻ വി ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ഓക്കെ, സോ ഓൾട്ടർനേറ്റീവ് ഡേറ്റ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഈ വലിയ കമ്പനി, ഇപ്പോൾ സ്റ്റാർബക്സ് ഒക്കെ പോലത്തെ വലിയ കമ്പനികൾ യൂസ് ചെയ്യുന്നതാണ്. ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഫുഡ് ഫോൾ ഡേറ്റ എന്നുള്ള സംഭവമുണ്ട്. ഇപ്പോൾ ഒരു ലൊക്കേഷൻ, ഇപ്പോൾ സേ ലുലു മാളിൽ എത്ര ആൾക്കാർ വരുന്നുണ്ട്, പോകുന്നുണ്ട്, ഇങ്ങനത്തെ സംഭവത്തിന് ഫുഡ് ഫോൾ ഡേറ്റ. അത് ലുലു മാൾ തരുമോ? ലുലു മാൾ തരുന്നല്ല, അത് ചില ഡിവൈസുകളുടെ ആ ലൊക്കേഷനിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് പല കമ്പനികളും എടുത്ത് കൊടുക്കുന്നുണ്ട്. മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇത് ലൈസൻസ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, ഇത് ഞങ്ങൾ ചെയ്യുന്ന സംഭവമല്ല, ഇതിൽ വേറെ കമ്പനികൾ ചെയ്യുന്ന ലൈസൻസ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. ആ ഒരു ഏരിയയിൽ ഒരു ആവറേജ് എത്ര പേര് ഒരു ദിവസം വരുന്നുണ്ട് എന്നുള്ള സംഭവം. കറക്റ്റ്. പിന്നെ ഇവരുടെ ഏജ് ഗ്രൂപ്പ്. ഓക്കെ, പിന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ പല ഡേറ്റ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈ സ്ഥലത്ത് ഈ ഗ്രൂപ്പിലുള്ള എത്ര പർച്ചേസിങ് പവർ ഉള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പം നമ്മളിവിടെ സ്റ്റാർബക്സിന്റെ സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ സക്സസ്ഫുൾ ആവാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഇതിന് ഓൾട്ടർനേറ്റീവ് ഡേറ്റ എന്ന് പറയാം. ഈ ഓൾട്ടർനേറ്റീവ് ഡേറ്റയ്ക്കകത്ത് വെബ് സ്ക്രേപ്പിംഗ് യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് യൂസ് കേസസും ഉണ്ട്. അതെന്താണ്? എന്ത് യൂസ് കേസസ്? ലൈക്ക് അവിടെ ഓൾറെഡി ഉള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓൾറെഡി ഉള്ള ഇപ്പോൾ ഗൂഗിൾ മാപ്സിന്റെ സംഭവം സ്ക്രേപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി അവിടെ എന്തൊക്കെ ലൈക്ക് സ്റ്റോറുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ആ സ്റ്റോറുകളുടെ ടൈപ്പ്, ലൈക്ക് അവിടെ ഓൾറെഡി റെസ്റ്റോറൻറ്റ്സ് ഉണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കറക്റ്റ്. അതായത് നമ്മൾ എഗെയിൻ ഡാറ്റ ഡ്രിവൺ. യെസ്, അത് നേരെ പോയി നോക്കി നമ്മൾ ചെയ്യും. ഓക്കെ, ഇന്ന ഔട്ട്ലെറ്റുകൾ വരാൻ, പക്ഷെ അതിന് പകരം നിങ്ങൾക്ക് ഡാറ്റ ഡ്രിവൺ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ആ ഏരിയയിൽ അത്രയും പർച്ചേസിംഗ് പവർ ഉണ്ടോ എന്ന് തന്നെ.
ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ നാട്ടിൽ കാസർഗോഡ് ഒന്നും സ്റ്റാർബക്സ് ഇട്ടൊന്നും വർക്കൗട്ട് ആവില്ല. അതിന്റെ കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ 100 രൂപ കൊടുക്കാൻ ആരും ചായ കുടിക്കില്ല. കറക്റ്റ്. അവിടെ ആൾക്കാർ വോളിയം ഉണ്ട്, ഫുട്ഫോൾ ഉണ്ട്. കറക്റ്റ്. പക്ഷെ ഈ ഒരു പൈസ മുടക്കി ചായ കുടിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും. അപ്പം ഒരു ഡേറ്റ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, മൾട്ടിപ്പിൾ ഡേറ്റ നമ്മൾ ലെയർ ചെയ്ത് ഇൻഫ്ലുവൻസ് കണ്ടുപിടിക്കാനുള്ള പ്രശ്നം. പക്ഷെ ഇതിന്റെ പകുതി ആൾക്കാർ കാസർഗോഡ് ടൗണിന്റെ പകുതി ആൾക്കാരുള്ള കൊച്ചിയിൽ ഇതുപോലത്തെ 10 ഇട്ടാലും വർക്കൗട്ട് ആവും. ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പൊ എങ്ങനെ നമുക്ക് പർച്ചേസിംഗ് പവർ ആക്ച്വലി മീൻസ് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടാൻ ഓഡിയൻസിന് പർച്ചേസിംഗ് പവർ ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും നോർമലി? അഗെയിൻ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അതർ ഡേറ്റ സോഴ്സസ്. ഫോർ എക്സാമ്പിൾ ഇൻഫോ പാർക്കിന്റെ അടുത്താണെങ്കിൽ വിനോ, ഓക്കെ, ഇൻഫോ പാർക്കിൽ ഇത്ര പേരുണ്ട്, അവിടെ ഒരു 3 lakhിന് അടുത്ത് IT എംപ്ലോയീസ് ഉണ്ട്. ടേക്കിംഗ് ആവറേജ് ടേക്ക് ഹോം സാലറി ഓഫ് ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഇസ്. അങ്ങനെ നമുക്ക് ഇസ് ദ ഡിഡക്ഷൻസ് ആണ് നമ്മൾ ഓരോരോ ലൈക്ക് സിഗ്നൽസും നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, ഇതും എക്സാക്ട് സംഭവമല്ല. അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കോഴിക്കോട്ട് എവിടെയാണെന്ന് അറിയില്ല, പക്ഷെ കോഴിക്കോട്ടേക്ക് അത് പോകുന്നു അറിയാന്ന് പറയുന്ന പോലെയാണ്. കറക്റ്റ്. ഓക്കെ, അത് പറയുമ്പോൾ ഞാൻ ആയിക്കട്ടെ, ഇപ്പൊ ഇന്ന് ഇത്രയും ആൾക്കാർ ഐഫോൺ ഇസ് ആക്ച്വലി വെരി കോസ്റ്റ്ലി. അപ്പൊ അത് വെച്ച് നമുക്ക് ആക്ച്വലി പർച്ചേസിംഗ് പവർ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഐഫോൺ വെച്ച് പർച്ചേസിംഗ് പവർ ഡിഫൈൻ ചെയ്യാമെന്ന് എനിക്ക് എക്സാക്ട്ലി അറിഞ്ഞുകൂടാ, പക്ഷെ മേ ബി അതൊരു സിഗ്നൽ ആയിട്ട് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടാവാം. കറക്റ്റ്. അപ്പൊ അത് സിഗ്നല് മീൻസ് അത് നിങ്ങളെ പോലത്തെ കമ്പനീസ് വേറെ ഉണ്ടോ? ഞങ്ങളെ പോലത്തെ കമ്പനീസ് അല്ല, ഇതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പോകുമ്പോൾ ചില ആൾക്കാരുണ്ട് POSന്റെ ഡേറ്റ, അതായത് നമ്മൾ മറ്റേ കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന മെഷീൻസ് ഇല്ലേ, അതെ, കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന മെഷീൻ്റെ അകത്ത് ഓരോരുത്തർ എന്തൊക്കെ പർച്ചേസ് ചെയ്തു, അവരുടെ പേര് കൊടുക്കില്ല, എന്തൊക്കെ പർച്ചേസ് ചെയ്തു എന്നുള്ള സാധനം കൊടുക്കും. ഓക്കെ, അല്ലെങ്കിൽ അവർ എത്ര പൈസ സ്പെൻഡ് ചെയ്തു, ഏത് സമയത്താണ് സ്പെൻഡ് ചെയ്ത്, ഇങ്ങനത്തെ കുറെ ഡേറ്റ കൊടുക്കുന്ന ഇതുണ്ട്. POSന്റെ ഡേറ്റ കൊടുക്കുന്ന പ്രൊവൈഡേഴ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ പല പല ഡേറ്റ, അങ്ങനത്തെ കുറച്ച് കമ്പനീസ് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇ-കൊമേഴ്സ് ബ്രാൻഡാണ്, എനിക്ക് ഏകദേശം അതിൻ്റെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് എവിടെയല്ലെന്ന് എനിക്ക് ഓൾറെഡി അറിയാം, ആരൊക്കെയാണ് എൻ്റെ കസ്റ്റമേഴ്സ്, ഏത് ടൈപ്പാണ് എന്നുള്ളത്. പക്ഷെ എന്നാലും ഞാനൊരു ഔട്ട്ലെറ്റ് തുടങ്ങുമ്പം ഐ സ്റ്റിൽ ഹാവ് നീഡ് മോർ ഡാറ്റ പോയിന്റ്സ്. അപ്പൊ അങ്ങനെ ഞാൻ തുടങ്ങുമ്പോൾ വിച്ച് ആർ ദ കമ്പനീസ് ദാറ്റ് ഐ കൻ അപ്രോച്ച്? ഒന്ന് ഡേറ്റ റെയ്ഡ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്, ഒരു മാർക്കറ്റ് പ്ലേസ് ഫോർ ഡേറ്റ കമ്പനീസ്. അവിടെ നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലം ലിസ്റ്റ് ചെയ്യുക. ഡാറ്റ റെയ്ഡ് RAID. യെസ്. ഓക്കെ, അവിടെ നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലം ലിസ്റ്റ് ചെയ്താൽ മതി, ആൾക്കാർ വന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. കമ്പനീസ്. അപ്പൊ കേരളത്തിൽ തുടങ്ങുകയാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഇതിനകത്ത് അത് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂഷ്വലി ഇതൊരു ഹൈ ടിക്കറ്റ്സ് സംഭവങ്ങളായിരിക്കും. അപ്പോൾ ഒരു $10,000 മുകളിലൊക്കെ ആയിരിക്കും ഇതിന്റെ പർച്ചേസ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുക. മനസ്സിലായി. അപ്പൊ എല്ലാ ബ്രാൻഡ്സിനും അത് എഫോർഡ് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. പക്ഷെ എന്നാലും അതൊരു വലിയ സംഭവമല്ല. കാരണം ബിഫോർ യു സ്പെൻഡ് മണി ഇതിൽ സ്പെൻഡ് ചെയ്യാൻ റൈറ്റ് ലൊക്കേഷൻ കിട്ടും. ഒരു റോങ് ലൊക്കേഷൻ വഴി തുറന്നു കഴിഞ്ഞാൽ എത്ര കാശ് പോകും? പക്ഷെ അത് പലരും അങ്ങനെ ആലോചിച്ച് ചെയ്യൂല. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ വർക്ക് ചെയ്യാനേ വർക്ക് ചെയ്യണം. അതിന് മുമ്പ് അവർ വിചാരിക്കുന്നത് ലോട്ടറി എടുക്കുന്ന പരിപാടി എന്ന് വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല, ഇറ്റ് ഹാസ് മോർ ചാൻസസ് ദാൻ ലോട്ടറി. കറക്റ്റ്. അതായത് നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട് ലൊക്കേഷൻ ഇപ്പൊ കോഴിക്കോട് തുടങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് ലൊക്കേഷനിലാണ് തുടങ്ങേണ്ടത്? ഇപ്പൊ ഞാനാണ് തുടങ്ങുന്നതെങ്കിൽ ഞാനത് യൂസ് ചെയ്യും. പക്ഷേ ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്ത, ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് അറിയാത്ത ഒരാളാണെങ്കിൽ അവരത് യൂസ് ചെയ്യില്ലല്ലോ. കാരണം അവർക്കത് അറിയില്ല. ആ അവയർനെസ് ആണ് കിലൂടെ കൊടുക്കണേ. ഓക്കെ, വെരി നൈസ്. അത് ബേസിക്കലി നമ്മൾ അങ്ങനത്തെ കമ്പനീസിനെ അപ്രോച്ച് ചെയ്താൽ വളരെ നന്നായിരിക്കും. യെസ്, ഓഫ് കോഴ്സ്. ഞാൻ കണ്ട കുറെ മിഡിൽ ഈസ്റ്റിലുള്ള കുറെ കമ്പനീസ് ഉണ്ട്. ഇറ്റ്സ് ബിൽഡ് ബൈ എ ലോട്ട് ഓഫ് കേരളൈറ്റ്സ് ഡൂയിങ് ഹ്യൂജ് റവന്യൂസ്. പക്ഷെ ഇവരൊന്നും ഡാറ്റ വേണ്ട രൂപത്തിൽ യൂസ് ചെയ്യുന്നില്ല, ഡാറ്റയിലേക്ക് ഡീപ്പായി ഡൈവ് ഇൻ ചെയ്യുന്നില്ല. അത് എന്തൊക്കെ ചെയ്യാം, ഇങ്ങനത്തെ കമ്പനീസിന് എന്തൊക്കെ ചെയ്യാം ടു ലെവറേജ് ഓൺ ടോപ്പ് ഓഫ് ദിസ് ഡാറ്റ? ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഇവരോട് പലപ്പോഴും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ നോട്ട് വില്ലിംഗ് ടു സ്പെൻഡ് ദാറ്റ് മച്ച് മണി അപ്പ് ഫ്രണ്ട്. ബിക്കോസ് ഒരു അപ്പ് ഫ്രണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഒരു 1 or 2 months ഇവർക്ക് അതിനകത്ത് ഇമ്പാക്ട് കിട്ടുള്ളൂ. സോ അവരിപ്പോഴും അതിനെ കാണുന്ന കൈൻഡ് ഓഫ് ഒരു ഗാമ്പിൾ എന്നുള്ള രീതിയിലാണ്. ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടി ആ ഒരു രീതിയിലാണ് കാണുന്നത്. കറക്റ്റ്. സോ ഇതാണൊരു പ്രശ്നം. ഒന്ന് അവയർനെസ്സിൻ്റെ ഒരു പ്രശ്നം അവിടെ നന്നായിട്ടുണ്ട്. ബട്ട് അവിടെ കമ്പനികൾക്ക് നല്ല രീതിയിൽ ഈ ഡേറ്റ യൂസേജ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ കുറച്ച് വലിയ കമ്പനീസിനെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് അവർക്ക് നല്ല ഇമ്പാക്ട് റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. കറക്റ്റ്. സോ സിമിലർ കമ്പനീസ് റൺ ബൈ മലയാളീസ്, അവർക്ക് എന്തായാലും ഇത് വെച്ച് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറച്ചു നേരം മുമ്പ് ഞങ്ങളൊരു പെർഫ്യൂംസ് ഒക്കെ വിൽക്കുന്ന ഒരു കമ്പനി ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു POC ചെയ്തിരുന്നു. ആക്ച്വലി POCയിൽ അവർക്ക് ഔട്ട്പുട്ടും കിട്ടി. ബട്ട് സ്റ്റിൽ അതിൻ്റെ ഫുൾ പ്രോജക്റ്റ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഇത് ഒരു എമൗണ്ട് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അവർ ഒഴിവാക്കി. POC റിസൾട്ട് കിട്ടിയിട്ടും. സോ ബേസിക്കലി അവർക്ക് റവന്യൂ ഇൻക്രീസ് ചെയ്യാനുള്ള റിസൾട്ട് കിട്ടി. POCന്റെ റിസൾട്ട് കിട്ടി. നമ്മൾ ചെയ്ത ഒരു കാറ്റഗറിയിലാണ് ചെയ്തത്, അതിൽ നിന്ന് അവർക്ക് റവന്യൂ ഇത് കിട്ടി. ബട്ട് സെയിം സംഭവം മൾട്ടിപ്പിൾ കാറ്റഗറീസിലേക്ക് സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ അത് കിട്ടും. ബട്ട്
ദർ നോട്ട് വില്ലിംഗ് ടു ഡു ദാറ്റ്. ആ സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി അവിടെ ഒരു ഇനേഴ്ഷ്യ അവർക്ക് എപ്പോഴും ഉണ്ട്. ആ ഒരു എന്തായാലും പേര് പറയാന്നറിയില്ല, ആ ഒരു അടുത്ത സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു ഇനേഴ്ഷ്യ ഉണ്ട്. ബട്ട് ഇക്കാര്യത്തിൽ യൂറോപ്പും US ഒക്കെ വളരെ മെച്ചുവേർഡാണ്, വളരെ മെച്ചുവേർഡ് മാർക്കറ്റ്സ് ആണ്. ബിക്കോസ് അവിടെ ഒരു വാല്യൂ നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ദർ വില്ലിംഗ് ടു ഡു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു ലുലു എക്സാമ്പിൾ എടുക്കാം. ഈ ലുലു പോലത്തെ കമ്പനീസ് ഡാറ്റ ശരിക്കും വേണ്ട രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് അറിയെങ്കിൽ? എൻ്റെ അഭിപ്രായ പ്രകാരം അവരെ യൂസ് ചെയ്യുന്നില്ല. കാരണം പല സമയത്തും അവരുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇതിൻ്റെ നമ്മൾ ഡേറ്റ ഒക്കെ എടുത്ത് അവർക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്ന പല ഏരിയാസ് ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ച്വലി അവരോട് സംസാരിച്ചിട്ടുണ്ട് ഈ കാര്യം. ഓക്കെ, സോ ബട്ട് അത് മുമ്പോട്ട് പോയില്ല. അപ്പോൾ യെസ്, ഒരുപാട് ഏരിയാസ് അവർക്ക് യൂസ് ചെയ്യാനുള്ളതുണ്ട്. ബട്ട് ഇതിന് ആ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളൊരു വില്ലിനെസ് ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷെ അതൊരു പരിധി വരെ എനിക്ക് തോന്നിയിട്ടില്ല, ഒരു അവയർനെസ് ഇഷ്യൂ ആണെന്നുള്ളതാണ് എൻ്റെ ഒരു. പക്ഷെ ഒരു POC ചെയ്യാൻ എത്ര കോസ്റ്റ് വരും? സോ ലുലു പോലുള്ളൊരു കമ്പനിക്ക് ഒരു POC ഒക്കെ ചെയ്യണമെങ്കിൽ മേ ബി ഒരു 5 lakhs ഒക്കെ മതിയാവും. ഒരു ചെറിയ കാറ്റഗറി ഒക്കെ ചെയ്യണമെങ്കിൽ 5. ബട്ട് ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ കൊടുത്താൽ മാത്രം പോരാ, അത് വെച്ച് അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അവർക്കൊരു ടീം വേണം. ആ ടീമിന്റെ ആണ് മിസ്സിങ്. യെസ്, ആ ഒരു ടീമിന്റെ കോമ്പിറ്റൻസിനും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഇത് രണ്ടും കൂടെ മാച്ച് ആയിട്ടുണ്ടെങ്കിൽ സെറ്റ് ആവുള്ളൂ. ഇപ്പോൾ പല കമ്പനികളുടെ കേസിലും ഈവൻ ദോ നമ്മളൊരു പൈലറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ഫുൾ സ്കെയിലിൽ പോകുമ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫുൾ സ്കെയിലിൽ പോകുമ്പോഴത്തേക്ക് ആ റിസോഴ്സസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. സോ ഈ ഒരു റിസോഴ്സ് മിസ്മാച്ചും ഒരു പ്രശ്നമാണ്. കറക്റ്റ്. ആ കമ്പനി തന്നെ അതിനായി കരുത്തം വേണം ഈ ഒരു സാധനം നോക്കി സെറ്റാക്കുക. അതിൽ കോമ്പറ്റൻസി ഉള്ള ഒരു ലീഡർ അവിടെ ഉണ്ടെങ്കിൽ കറക്റ്റ് അത് നടക്കുള്ളൂ. അതായത് ബേസിക്കലി ഒരു വിന്നർ വേണം അതിൻ്റെ ഉള്ളിൽ. അതായത് മറ്റൊരു കമ്പനിയിൽ ഇത്തരത്തിലുള്ള സംഭവം എക്സിക്യൂട്ട് ചെയ്ത് പരിചയമുള്ളൊരു ലീഡറെ കൊണ്ടുവരികയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഐഡിയൽ സെനാരിയോ. അതായിരിക്കും കറക്റ്റ്. ഞാൻ പലപ്പോഴും ഓക്കെ, അതായത് ഇത്രയും കൂടുതൽ ഡാറ്റ അല്ല വേറൊരു കമ്പനി ഇല്ല. എന്താ ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഡാറ്റ അല്ലേ. ഇപ്പം നമ്മളെ ക്വിക്ക് കമേഴ്സ് ആപ്സ് ഏറ്റവും കൂടുതൽ ലെവറേജ് ചെയ്യുന്ന ഡാറ്റയാണ്. അതായത് അവർക്ക് സെയിൽ ഇന്ന ഏരിയയിൽ നടക്കുന്നു, എത്ര ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അവർ അങ്ങനെയാണ് തീരുമാനിക്കാൻ, ഓക്കെ ഡാർക്ക് സ്റ്റോർ ഇന്ന ഏരിയ കൊണ്ടുപോയി ഇടാവാം. അപ്പോൾ നേരെ മറിച്ച് ഇവർക്കും അത് ചെയ്യാലോ. അതായത് എവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡെലിവറി ചെയ്യേണ്ടത്, ഓക്കെ ലെറ്റ്സ് പുട്ട് അവർ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് സ്റ്റോർ ഞങ്ങൾക്ക് അവിടെ ഇടാം. ഇവർക്ക് നേരെ ഓപ്പോസിറ്റ് റൂട്ട് പോവാം. പക്ഷേ ഫോർ സം റീസൺ ഈ ക്യൂക്കമേഴ്സ് കമ്പനീസിനാണ് ആ DNA ഉള്ളത്, ഇവരെ ടീമിലായില്ല. ബട്ട് അത് പലപ്പോഴും ഒരു ജോൾട്ട് എഫക്ട് എന്നൊരു ബുക്ക് ഉണ്ട്. ഓക്കെ, അതിൻ്റെ അത് പറയുന്നൊരു സംഭവം, ഈ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി അവർക്ക് ആ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ് താല്പര്യം. അവർക്ക് അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിസ്ക് എടുക്കുകയാണെങ്കിൽ അതിനുള്ള റിവാർഡ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജോലി പോകും. അപ്പോൾ ജോലി പോകാൻ ചാൻസ് ഉള്ളൊരു റിസ്ക് ഞാൻ എടുക്കണോ എന്നുള്ളതാണ് കറക്റ്റ് എൻ്റെ അതുള്ളൊരു ചോദ്യം. ഇതാണൊരു ഫണ്ടമെന്റൽ ഇഷ്യൂ. അതാണ്. അപ്പൊ അങ്ങനത്തെ റിസ്ക് എടുക്കാൻ പറ്റിയ ആൾക്കാരല്ല അവിടെ ഇരിക്കുന്നത്. പലപ്പോഴും വലിയ കമ്പനികളുടെ ഒക്കെ സീനിയർ മാനേജ്മെന്റിൽ ഈ മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള റിസ്ക് അവരെടുക്കാൻ നിൽക്കില്ല. കറക്റ്റ്. അവരൊക്കെ കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ആ കംഫർട്ട് സോണിൽ ഇരിക്കുന്നത് അവരുടെ ജോലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഇതൊക്കെ മതി. കറക്റ്റ്. പുതിയ സ്ഥാനത്തിലേക്ക് പോകും. വലിയ റിസ്ക് പോകണ്ട. ആ വലിയ റിസ്കിനോടൊന്നും താല്പര്യമില്ല. കറക്റ്റ്. അവിടെയാണ് ഈ പ്രോബ്ലം വരുന്നത്. അതുകൊണ്ടാണ് ബാക്കിയുള്ള പുതിയ ന്യൂ ഏജ് കമ്പനീസ് അടിച്ചു കയറുന്നതും. നേരെ ഓപ്പോസിറ്റ് ചിന്താഗതിയിലെ ആൾക്കാരെയാണ് വളർത്തിയത്. അവർ റിസ്ക് എടുക്കാൻ വേണ്ടി വില്ലിംഗ് ആണ്. ബിക്കോസ് അവർ കിട്ടിയില്ലെങ്കിൽ ചട്ടി ആ ഒരു രീതിയിലാണ് അവർ പോകുന്നത്. കറക്റ്റ്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഫുൾ എഫേർട്ട് ഇട്ടിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ട്രഡീഷണൽ ലെഗസി കമ്പനീസ് അവിടെ ഫെയിൽ ആവുകയും ചെയ്യും. കറക്റ്റ്. പക്ഷേ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ലെഗസി കമ്പനീസ് അബ്സല്യൂട്ട്ലി. പക്ഷെ അവരുടെ പ്രശ്നം ഇതാണ്, ഇതില്ല, റിസ്ക് അവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരില്ലതാണ്. അവിടെയാണ് പ്രോബ്ലം. നമ്മൾ ഈ ഡാറ്റ ആയിട്ട് കളിക്കും. ഇപ്പോൾ എക്സ്റ്റേണൽ ഡാറ്റ, ഇപ്പോൾ നമ്മളെ ഡാറ്റ വെച്ച് കളിക്കുമ്പോൾ അത് ഓക്കെയാണ്. പക്ഷെ നമ്മൾ എക്സ്റ്റേണൽ ഡാറ്റ വെച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് ലീഗൽ ടേംസ് നമ്മൾ നോക്കേണ്ടി വരിക? നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ചില സമയത്ത് നമ്മൾ സ്ക്രേപ്പ് ചെയ്ത് നോക്കിയായിരിക്കും, പക്ഷെ അതിൻ്റെ കണ്ടന്റ്സ് നമ്മൾ ആ ബിസിനസ്സിന് തന്നെ എതിരായിട്ട്, ഇപ്പം ആമസോൺ മുഴുവൻ സ്ക്രേപ്പ് ചെയ്തു, ആമസോൺ പോലത്തെ ഒരു വെബ്സൈറ്റ് ആമസോണിൻ്റെ ഡേറ്റ തന്നെ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് അൺഎത്തിക്കൽ ആൻഡ് ഇല്ലീഗൽ, റൈറ്റ്? അതൊരു പ്രശ്നമാണ്. പിന്നെ എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന കോപ്പിറൈറ്റഡ് കണ്ടന്റ് ഒക്കെ ആയിരിക്കും. ഈ കോപ്പിറൈറ്റഡ് കണ്ടന്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് സൂക്ഷിക്കണം. കാരണം സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അവർ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം വരും. പിന്നെ ഈ ഡേറ്റ ഒക്കെ എടുക്കുന്ന സമയത്ത് വളരെ അഗ്രസീവായിട്ട്, ഇപ്പോൾ സ്ക്രേപ്പ് ചെയ്യുകയാണെങ്കിലും നമുക്ക് മണിക്കൂറിലൊന്നൊക്കെ വെച്ച് എടുക്കുക അല്ലെങ്കിൽ ദിവസത്തിൽ വെച്ചെടുക്കുക എന്നുള്ളതൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ ഓരോ മിനിറ്റിലും പോയി എടുക്കുക എന്നൊക്കെ പറയുന്നത് അത് നനഞ്ഞിനെ കുഴിക്കുന്ന പരിപാടിയാണ്. അത് ചെയ്യാതിരിക്കുക. അപ്പോൾ പിന്നെ അനോണിമൈസ് ചെയ്യാൻ നോക്കുക. അതപ്പോൾ
നമ്മൾ വെബ് സ്ക്രേപ്പിംഗ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ IPs ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അനോണിമൈസ് ചെയ്യുക എന്നത്തെ പരിപാടി നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഈ അനോണിമൈസ് ചെയ്യുക എന്നുള്ള അങ്ങനത്തെ കുറച്ച് ലീഗൽ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക. അതായത് നമ്മൾ ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമ്മളൊരു ഡേറ്റ വെണ്ടറിൻ്റെ അടുത്ത് എന്ത് ടൈപ്പ് ഡേറ്റ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അവരെങ്ങനെയാണ് സോഴ്സ് ചെയ്ത് നോക്കുക. ഇപ്പോൾ പല ഡേറ്റ കമ്പനികളുടെ കേസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലത് കംപ്ലീറ്റ്ലി ലീഗലായിരിക്കും, ചിലത് ഗ്രേ ഏരിയയിലായിരിക്കും, ചിലത് കംപ്ലീറ്റ്ലി ഇല്ലീഗലായിരിക്കും. അപ്പോൾ ഇല്ലീഗൽ പരിപാടികളിലേക്ക് പോകാതിരിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ 10 ദിവസം കൊണ്ട് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഷോപ്പിഫൈ സ്റ്റോർ ഉണ്ടാക്കിക്കും. യുവർ ഓൺ ഓൺലൈൻ സ്റ്റോർ ഡൺ ബൈ യു. അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ചെക്ക് ഇറ്റ് ഔട്ട്. സോ കഴിഞ്ഞ 1 മണിക്കൂറിൽ നമ്മൾ ഡാറ്റ എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇ-കൊമേഴ്സ് സ്റ്റോറിൽ എന്ന് പഠിച്ചു. പുറത്തുനിന്നുള്ള ഡാറ്റ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാമെന്ന് പഠിച്ചു. സോ അണ്ടിൽ വി മീറ്റ് അഗെയിൻ, താങ്ക് യു ടോണി.